ഒരിക്കൽ കൂടി ഹരിത കേരളം മിഷന്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തെങ്ങധിഷ്ഠിത കൃഷിയെക്കുറിച്ചാണ്. കേരം തെങ്ങും കേരള നാട് എന്ന് നമ്മൾ മലയാളികൾ വളരെ അഭിമാനത്തോടെ പാടിപ്പോഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ തെങ്ങിൻ്റെ കൃഷിയുടെ കാര്യത്തിലായാലും തേങ്ങ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ നാം കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, തെങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപോൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ തെങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ തെങ്ങ് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വെളിച്ചെണ്ണയായാലും ഒക്കെ തന്നെ പലപ്പോഴും നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെങ്ങധിഷ്ഠിത കൃഷി എന്ന് പറയുന്നത് സുഭിക്ഷ കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്നാണ് കരുതുന്നത്. സുഭിക്ഷ കേരളം ഇന്ന് നാടാകെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വലിയ സാധ്യതയായിട്ടുള്ള തെങ്ങും അതുപോലെ തന്നെ ഇടവിള കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉയരേണ്ടതുണ്ട്. ഇതുമായി ചേർന്നുകൊണ്ട് ഗവേഷണം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഇന്നത്തെ ഹരിത കേരള മിഷന്റെ ലൈവ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവുമായിട്ട് ചേർന്നുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കും അതുപോലെ തന്നെ ആളുകൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് ലൈവിൽ ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ സംവദിക്കാൻ പറ്റുന്ന വിദഗ്ധരുടെ ഒരു നല്ല പാനൽ തന്നെയാണ് ഇന്ന് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫേസ്ബുക്ക് ലൈവിൽ പങ്കെടുക്കുന്നത്. ഇന്ന് നടക്കുന്ന ഫേസ്ബുക്ക് ലൈവിൽ ആമുഖ അവതരണം നടത്തിക്കൊണ്ട് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ അനിത കരുണാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ സി തമ്പാൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ പി സുബ്രഹ്മണ്യൻ, സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രതിഭ പി എസ്, സയൻറ്റിസ്റ്റ് ഡോക്ടർ ഷമീന ബീഗം, സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ ജയശേഖർ എസ്, ഹരിത കേരള മിഷന്റെ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ശ്രീ എസ് യു സഞ്ജീവ്, ഹരിത കേരള മിഷന്റെ ടെക്നിക്കൽ ഓഫീസറായിട്ടുള്ള ശ്രീമതി ഹരിപ്രിയ ദേവി തുടങ്ങിയവരാണ് ഇന്നത്തെ ചർച്ചയെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊരു വലിയ അവസരമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ തെങ്ങധിഷ്ഠിത കൃഷിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്ന് കാണാറില്ല. എന്നാൽ ഹരിത കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഹരിത കേരള മിഷന്റെ ഫേസ്ബുക്ക് ലൈവിൽ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുകളെല്ലാം തന്നെ അണിനിരന്നിട്ടുള്ള ഈ പാനലിനോട് മുഴുവൻ ആളുകളുടെയും സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ച നയിക്കുന്നതിനായിട്ട് ഹരിത കേരള മിഷന്റെ കൺസൾട്ടന്റ് എസ് യു സഞ്ജീവിനോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ തെങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ മറ്റെല്ലാ കൃഷികളും തന്നെ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആമുഖമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് CPCRI ഡയറക്ടർ ഡോക്ടർ അനിത കരുണിനെ ക്ഷണിക്കുകയാണ്. Okay, I'll just start. Okay, good afternoon. I am audible now? I am audible? Yes, madam. Okay. Okay, good afternoon. Dr. T.M. Seema, Executive Vice Chairperson, Harita Kerala Mission, and other members of Harita Kerala Mission, Mr. Sanjeev, Haripriya, and my dear colleagues from CPCRI, Dr. C. Tamban, Dr. P. Subramanian, Pradipha, Hamida, Jayashekhar, and Priya Ashagare. ഹരിത കേരളം എല്ലാ മലയാളികളുടെയും നിത്യ ഹരിത സ്വപ്നമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പദ്ധതികളിലൂടെ അത് സാക്ഷാത്കരിക്കുവാനുള്ള ഒരു പരിത
സ്ഥിതി ഇന്ന് സംജാതമായിരിക്കുന്നു. മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൃഷി വികസനം എന്നിവയെല്ലാമാണല്ലോ ഹരിത കേരള മിഷൻ പ്രോഗ്രാമിന്റെ പ്രധാന വികസന മേഖലകൾ. മണ്ണ് ജലസംരക്ഷണത്തിനും ഓർഗാനിക് ഫാമിങ്ങിനും വേണ്ട സാങ്കേതിക വിദ്യകൾ കേന്ദ്ര തോട്ടവിള സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. ഈ സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുവാനുള്ള വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കും ഈ സ്ഥാപനം നേതൃത്വം നൽകുന്നുണ്ട്. ഈ COVID-19 പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മോഡേൺ നൂതന മാധ്യമങ്ങളിലൂടെ കർഷകരുമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള പോയിന്റ് ടു പോയിന്റ് മുഖാമുഖ പരിപാടികൾ 2007 മുതൽ CPCRI നടത്തി വരുന്നുണ്ട്. ഈ പരിപാടി ഹരിത കേരള മിഷനും CPCRI-യുമായി നടത്തുവാൻ മുൻകൈയെടുത്ത എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ആദ്യമേ പറയുന്നു. തെങ്ങിൻ തോപ്പിലെ ഇടവേള കൃഷിയും അതോടൊപ്പം പശു വളർത്തലും ചേരുമ്പോൾ ഒരു ഏക്കർ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിന് വേണ്ട വരുമാനം ഉറപ്പിക്കുവാൻ കഴിയുമെന്ന് CPCRI-യിൽ നടത്തിവരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റായ ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം ബൈ 2022 എന്ന ലക്ഷ്യത്തിന് ഉതകുന്ന കൃഷി രീതികൾ CPCRI വികസിപ്പിച്ചെടുത്ത മിക്സഡ് ഫാമിംഗ് സമ്മിശ്ര കൃഷിക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹെക്ടർ തെങ്ങിൻ തോപ്പിൽ നിന്ന് ഏകദേശം 3 മുതൽ 8 ലക്ഷം രൂപ വരെ ആദായം ഈ കൃഷി സമ്പ്രദായം മുഖേന ലഭ്യമാകും. അതുകൂടാതെ ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ പഞ്ചായത്തിൽ 1000 കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗവേഷണ പദ്ധതികൾ കർഷകരുടെ ഉൽപാദന ഉപാധികളുടെയും സാങ്കേതിക വിദ്യകളുടെയും സംയോജനത്തിലൂടെ കർഷകരുടെ വരുമാനം 2 മുതൽ 5 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാം എന്ന് തെളിയിച്ചിട്ടുണ്ട്. സൗകര്യപ്പെടുമ്പോൾ പത്തിയൂരിലെ കർഷകരുമായി ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തെങ്ങിന് അടിസ്ഥാനമാക്കി വിവിധ ക്രോപ്പിംഗ് സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ്, ഓൺ ഫാം ആൻഡ് കമ്മ്യൂണിറ്റി ലെവൽ വാല്യൂ അഡീഷൻ എന്നീ വിഷയങ്ങളിൽ സാങ്കേതിക പരിശീലനം നൽകുവാൻ CPCRI എപ്പോഴും സന്നദ്ധരാണ്. എപ്പോൾ ഏത് വിധേനയും കർഷകർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വിളകളിലെ വൈവിധ്യം പോലെ തന്നെ പ്രധാനമാണ് കർഷകർക്കിടയിലെ കൃഷി വൈവിധ്യവും. എല്ലാവരും ഒരേ വിളകൾ കൃഷി ചെയ്യുമ്പോൾ മാർക്കറ്റ് സർപ്ലസ് ഉണ്ടാവുകയും അത് വില തകർച്ചയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. സാങ്കേതിക വിദ്യകൾക്കൊപ്പം ഇത്തരം കാര്യങ്ങളിലും കൃഷിക്കാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ പ്രോഗ്രാമിന് CPCRI-യുടെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി നന്ദി മാഡം. അടുത്തതായിട്ട് ഈ നമ്മുടെ വിഷയം സംബന്ധിച്ച് ഒരു ആമുഖ സംഭാഷണം നടത്തുന്നതിനായിട്ട് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ C. തമ്പാനെ ക്ഷണിക്കുകയാണ്. തെങ്ങധിഷ്ഠിത കൃഷിയിൽ നിന്നും കൂടുതൽ ഉൽപാദനക്ഷമതയും നേടുന്നതിനുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെയും ഹരിത കേരള മിഷന്റെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, നാളികേരത്തിന്റെ നാടാണ് കേരളം. നാം ഓരോ കേരളീയന്റെയും നിത്യജീവിതത്തിൽ ഇത്രമാത്രം അടുത്ത് ഇടപഴകുന്ന വേറൊരു വിളയില്ല. മാത്രമല്ല, മൊത്തം കൃഷിയുടെ വിസ്തൃതിയുടെ, കേരള സംസ്ഥാനത്തിന്റെ മൊത്തം കൃഷിയുടെ വിസ്തൃതിയുടെ ഏതാണ്ട് 37% തെങ്ങ് കൃഷിയാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടണമെങ്കിൽ, കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം നേടണമെങ്കിൽ സ്വാഭാവികമായിട്ടും
തെങ്ങാധിഷ്ഠിത കൃഷിയിൽ നിന്നും നാം വരുമാനം വർദ്ധിപ്പിച്ചേ മതിയാവൂ. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശ്രീ സഞ്ജീവ് സൂചിപ്പിച്ചതുപോലെ തെങ്ങ് ഏറെക്കുറെ അവഗണിക്കപ്പെട്ട നിലയിലാണുള്ളത്. മാത്രമല്ല തെങ്ങ് കൃഷിയുടെ നില ഒട്ടും തന്നെ തൃപ്തികരമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ തെങ്ങ് കൃഷി എന്നാൽ പ്രധാനമായിട്ടും കേരളത്തിന്റെ സംഭാവന തന്നെയായിരുന്നു മുഖ്യ സംസ്ഥാനം എന്ന രീതിയിൽ. പക്ഷെ കേരളത്തിന്റെ സംഭാവന തെങ്ങ് കൃഷിയിൽ കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. ഇപ്പോഴത് ഏതാണ്ട് മൊത്തം നാളികേര ഉൽപാദനം 37% മാത്രമേ കേരളത്തിന്റെ സംഭാവനയായിട്ടുള്ളൂ. മാത്രമല്ല കേരളത്തിന്റെ നാടാണ് നമ്മുടെ സംസ്ഥാനമെങ്കിലും ഉൽപാദനക്ഷമതയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മറ്റ് പ്രമുഖ കേരളോത്പാദക സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്ര ഇവയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉൽപാദനക്ഷമത കുറവാണ്. ഇപ്പൊ കേരളത്തിൽ ഏതാണ്ട് 10,000 തേങ്ങ ഒരു ഹെക്ടറിന്, അതായത് ഒരു തെങ്ങിൽ നിന്നും ഒരു വർഷം ഏതാണ്ട് 58 നാളികേരം മാത്രമേ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കുറഞ്ഞു വരുന്ന പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെടുന്ന കേര സമൃദ്ധി തിരിച്ചു പിടിക്കാൻ സ്വാഭാവികമായിട്ടും ഒട്ടേറെ നടപടികൾ പല ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ തന്നെ കർഷകരും കുറെ കൂടി കേരാധിഷ്ഠിത കൃഷിയിൽ കുറെ കൂടി താല്പര്യമെടുക്കുകയും അതിനുള്ള വേണ്ട പ്രാധാന്യം കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ഇപ്പൊ ഈ COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തില് നമ്മുടെ സംസ്ഥാനത്തില് വളരെ വിപുലമായ തോതിൽ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മുടെ ഈ സുഭിക്ഷ കേരളം പദ്ധതി. സ്വാഭാവികമായിട്ടും ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ പോഷക സുരക്ഷ പരമാവധി ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ ചെറിയ സംസ്ഥാനത്തില് നമ്മുടെ കൊച്ചു പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള മുഴുവൻ കൃഷിയിടങ്ങളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് നെൽപ്പാടത്തിന്റെ വിസ്തൃതി നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ സുഭിക്ഷ കേരളം സാധ്യമാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ തെങ്ങധിഷ്ഠിത കൃഷിയിടങ്ങളിൽ ഈ പറഞ്ഞ ഭക്ഷ്യവിളകളും പോഷക സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന വിളകളൊക്കെ ഇടവിളകളായിട്ടും മിശ്രവിളകളായിട്ടും കൃഷി ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന വലിയ പദ്ധതി വിജയകരമായി നടപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ 7.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ചെയ്തു വരുന്ന ഈ തെങ്ങധിഷ്ഠിത കാർഷിക മേഖലയ്ക്ക് നാം വേണ്ടത്ര പരിഗണന നൽകണമെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നഷ്ടപ്പെടുന്ന കേര സമൃദ്ധി, നമ്മുടെ പ്രതാപം തിരിച്ചെടുക്കണമെങ്കിൽ 2-3 പ്രധാനപ്പെട്ട സമീപനങ്ങൾ വേണം. ഒന്ന്, നമ്മുടെ തെങ്ങ് കൃഷിയിലെ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രായം ചെന്നതും ഉൽപാദനക്ഷമത തീരെ നശിച്ച കീടരോഗബാധ കൊണ്ടൊക്കെ തീരെ വിളവില്ലാത്ത തെങ്ങുകളുടെ ആധിക്യമാണ്. അപ്പൊ അത്തരം തെങ്ങുകൾ മുറിച്ചു മാറ്റി മെച്ചപ്പെട്ട ഇനങ്ങളുടെ ഗുണമേന്മയുള്ള തൈകൾ വെച്ചിട്ട് നമുക്കൊരു വളരെ വിപുലമായിട്ടുള്ള ഒരു പുനരുദ്ധാരണ പദ്ധതി നമ്മൾ നടപ്പിലാക്കണം. നേരത്തെ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ അനിതാകരൻ പറഞ്ഞു, മെച്ചപ്പെട്ട തെങ്ങുകളുടെ ഇനം പുറത്തിറക്കിയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ നേട്ടമാണ്. ഒട്ടേറെ ഇനങ്ങൾ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഇനങ്ങളുടെ ഗുണമേന്മയുള്ള തൈകൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പ്രായം ചെന്ന ഉൽപാദനക്ഷമത നശിച്ച തോട്ടങ്ങളുടെ ഒരു പുനരുജ്ജീവനം നമുക്ക് സാധ്യമാവും. രണ്ടാമത്തെ സമീപനം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള തെങ്ങിൻ തോട്ടങ്ങളിൽ നേരത്തെ സഞ്ജീവ് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ അവഗണിക്കപ്പെടുന്ന കൃഷിയിടങ്ങളാണ്. അപ്പൊ ഈ നിലവിലുള്ള തെങ്ങിൻ തോട്ടങ്ങളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൃഷിച്ചെലവ് കുറയ്ക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകളുടെ ഫലപ്രദമായ വിനിയോഗം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. പിന്നെ തീർച്ചയായിട്ടും ഈ സുഭിക്ഷ കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാനുള്ള സമീപനം തെങ്ങൊരു ഏകവിള എന്നതിൽ ഉപരിയായിട്ട് തെങ്ങിൻ തോപ്പിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ അടിസ്ഥാന പ്രകൃതി വിഭവങ്ങളും മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഇടവിളകളും മിശ്രവിളകളും അതുപോലെ തന്നെ അനുബന്ധ സംരംഭങ്ങളായിട്ടുള്ള കന്നുകാലി വളർത്തലും അങ്ങനെയുള്ള എല്ലാ സംരംഭങ്ങളും ചേർത്തുകൊണ്ടുള്ള സമ്മിശ്ര കൃഷി രീതികൾ, ഇടവിള കൃഷി, മിശ്രവിള കൃഷി, ഈ ബഹുവിള സമ്മിശ്ര കൃഷി സമ്പ്രദായങ്ങൾ നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു സമീപനം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സമീപനം, തെങ്ങ് കൃഷി ആദായകരമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൊപ്രയും വെളിച്ചെണ്ണയും പോലുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വിപണനം നടത്തുന്ന രീതിക്ക് പകരം കൽപ്പവൃക്ഷമായ തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. നമ്മുടെ നാളികേര കാമ്പായാലും ഇളനീരായാലും തേങ്ങാവെള്ളമായാലും നാളികേര കാമ്പിൽ നിന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ മാത്രമല്ല
നമുക്ക് വെർജിൻ വെളിച്ചെണ്ണ ആയാലും അതുപോലെ തന്നെ നാളികേര ക്രീമും നാളികേര പാലും തൂൾത്തേങ്ങയും അങ്ങനെ അതുപോലെ തന്നെ ചിരട്ടയിൽ നിന്നും ആക്ടിവേറ്റഡ് കാർബൺ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ടക്കരി ചാർക്കോൾ ഇത് ഇങ്ങനെ നിരവധി ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിനുള്ള സാധ്യതകൾ നമ്മൾ വളരെ പരിമിതമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓരോ കർഷകനും വ്യക്തിഗതമായ രീതിയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള മൂല്യവർദ്ധന നടത്തുന്ന ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനത്തിന് സാധ്യമായെന്ന് വരില്ല. കൂട്ടായ്മ നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന സമീപനങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കേര സമൃദ്ധി തിരിച്ചുപിടിക്കാം. പ്രത്യേകിച്ച് നമ്മൾ COVID-19 പശ്ചാത്തലത്തിൽ സുഭിക്ഷ കേരളം ലക്ഷ്യമിടുന്ന നമുക്ക് ഇത് വലിയ സാധ്യതകളാണ് തരുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഒരു പുനരുജ്ജീവനത്തിന് പുതിയ ഇനങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കാനുണ്ട്. ധാരാളം ഇനങ്ങൾ CPCRL നിന്ന് 21ഓളം തെങ്ങിന്റെ കുറിയതും നെടിയതും അതുപോലെ തന്നെ സങ്കര ഇനങ്ങളിൽ പെടുന്ന മെച്ചപ്പെട്ട ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് തെങ്ങിൻ്റെതായിട്ടുണ്ട്. അപ്പൊ ഈ മെച്ചപ്പെട്ട ഇനങ്ങളുടെ ഗുണമേന്മയുള്ള തൈകൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിൽ നിന്നും ധാരാളം തെങ്ങിന്റെ ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രായോഗിക തലത്തിൽ സ്വാഭാവികമായിട്ടും കർഷകർ ആദ്യം ഉന്നയിക്കുന്ന പ്രശ്നം ഈ ഒരുപാട് ഇനങ്ങൾ പുറത്തിറക്കിയത് കൊണ്ട് കൃഷിക്കാർക്ക് അതിന്റെ തൈകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് വലിയ പ്രായോഗിക നേട്ടം ഉണ്ടാവില്ല എന്നുള്ളത് വാസ്തവമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് കൃഷി വകുപ്പിന്റെയും സർവകലാശാലയുടെയും മറ്റു വികസന ഏജൻസികളുടെ നാളികേര ബോർഡ് തുടങ്ങിയുള്ള വികസന ഏജൻസികളുടെ ഒക്കെ തോട്ടങ്ങളിൽ ഇവയുടെ മാതൃവൃക്ഷങ്ങൾ കുറെ കൂടി നമുക്ക് കേരളത്തിലേക്ക് അനുയോജ്യമായ ഇനങ്ങളുടെ തൈകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃവൃക്ഷങ്ങൾ ആദ്യം തന്നെ നട്ട് പരിപാലിച്ച് വിത്തുതേങ്ങ സംഭരിക്കുന്നതിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യണം. അതുകൂടാതെ CPCRA അടുത്ത കാലത്തായിട്ട് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹായത്തോടു കൂടിയിട്ട് വികേന്ദ്രീകൃത കേര നഴ്സറികൾ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്തേക്ക് ആവശ്യമുള്ള തൈകൾ ഗുണമേന്മയോടെ കർശന ഗുണനിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ലഭ്യമാക്കുന്നതിനുള്ള ഒരു കർഷക പങ്കാളിത്ത പദ്ധതി, ആ ഒരു സമീപനമാണ് കേരളത്തിൽ ഇന്ന് ആവശ്യമുള്ള തെങ്ങിൻ തൈകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഹ്രസ്വകാല സമീപനം. തീർച്ചയായിട്ടും എല്ലാ ഇനങ്ങളുടെയും തൈകൾ അത്തരത്തിൽ ഉത്പാദിപ്പിച്ച വികേന്ദ്രീകൃത രീതിയിൽ ഉത്പാദിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഇന്നില്ല. പക്ഷെ ചില സങ്കര ഇനങ്ങൾ ഉൾപ്പെടെ നെടിയ ഇനങ്ങളുടെയും കുറിയ ഇനങ്ങളുടെയും മെച്ചപ്പെട്ട ഇനങ്ങളുടെ തൈകൾ ഉത്പാദിപ്പിച്ച് അതാത് പ്രദേശത്ത് ലഭ്യമാക്കുന്നതിനുള്ള വികേന്ദ്രീകൃത സമീപനം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ ഇനങ്ങളുടെ കാര്യം CPCRL നിന്ന് 5-6 നമ്മുടെ കുറിയ ഇനം തെങ്ങുകളുണ്ട്. അടുത്ത കാലത്തായിട്ട് കുറിയ ഇനങ്ങൾക്ക് വളരെ പ്രാമുഖ്യം കിട്ടി വരുന്നുണ്ട്. കർഷകരുടെ ഒരു തെറ്റായ ധാരണ കുറിയ ഇനങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങ് കൃഷിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറിയ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അവ ഇളനീരിന് അനുയോജ്യമാണ്. അതേസമയം കൊപ്ര തയ്യാറാക്കുന്നതിന് കുറിയ ഇനങ്ങൾ അത്ര നല്ലതല്ല. അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഇളനീരിനായിട്ടും അതുപോലെ തന്നെ സങ്കര ഇനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് മാതൃവൃക്ഷമായോ പിതൃവൃക്ഷമായിട്ടോ നമുക്ക് കുറിയ ഇനങ്ങൾ ഉപയോഗിക്കാം. മാത്രമല്ല പലപ്പോഴും കീടരോഗബാധ കൂടുതലാവുന്നതുകൊണ്ട് കുറെ കൂടി ശ്രദ്ധ വിള പരിപാലനത്തിൽ പ്രത്യേകിച്ച് സസ്യ സംരക്ഷണത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. നെടിയ ഇനങ്ങൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ 95% തെങ്ങുകളും പശ്ചിമതീര നെടിയ ഇനം വെസ്റ്റ് കോസ്റ്റ് റോൾ ഇനത്തിൽപ്പെട്ടതാണ്. ധാരാളം സങ്കര ഇനങ്ങൾ നമ്മൾ CPCRA പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ടീൻടുടി, കേരസങ്കര, ചന്ദ്രസങ്കര, ചന്ദ്രലക്ഷ, അതുപോലെ തന്നെ കൽപ്പസങ്കര, കൽപ്പശ്രേഷ്ഠ, ഇങ്ങനെയുള്ള പല ഇനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സങ്കര ഇനങ്ങളുടെ കൃഷി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള വിളപരിപാലനം, പ്രത്യേകിച്ച് വളപ്രയോഗവും ജലസേചനവും കാര്യക്ഷമമായിട്ട് നൽകാൻ നമുക്ക് കഴിയണം. അത്തരം തോട്ടങ്ങളിലാണ് നമുക്ക് സങ്കര ഇനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുക. എന്തായാലും ധാരാളം ഇനങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തെങ്ങ് കൃഷി പുനരുദ്ധാരണം നമ്മളെ ലക്ഷ്യമാക്കുമ്പോഴും നല്ല തൈകൾ വെച്ചിട്ട് ഇപ്പൊ കോക്കനട്ട് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഭാഗമായിട്ട് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശങ്ങളിലെ വാർഡുകളിലൊക്കെ 70-ലധികം തെങ്ങിൻ തൈകൾ ലഭ്യമാക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കി വരികയാണ്. CPCRAയും സ്വാഭാവികമായിട്ട് അതിൽ പങ്കാളിയാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ആദ്യം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം നിലവിലുള്ള തോട്ടങ്ങളിലെ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം. തെങ്ങിൻ തോട്ടത്തിലെ മണ്ണ് വളരെ ദരിദ്രമാണ്. കഠിനമായ അമ്ലത്വം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രാഥമിക ദ്വിതീയ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിലൂടെ തെങ്ങിൻ തോപ്പിൽ തെങ്ങിന്റെ ഉത്പാദനക്ഷമതയും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. അടുത്ത കാലത്ത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സഹായത്തോടു കൂടിയിട്ട് 6 ജില്ലകളിൽ CPCRAയും NBSS LUP ബാംഗ്ലൂരും വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളൊക്കെ പങ്കാളികളായിക്കൊണ്ട് IISR കാലിക്കറ്റ് ഒക്കെ പങ്കാളികളായിക്കൊണ്ട്
ഉള്ള ഒരു പദ്ധതിയിൽ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തെങ്ങിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിലൂടെ നമ്മുടെ മണ്ണിന്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ അമ്ലത്വം പരിഹരിക്കുന്നതിനും പോഷകമൂലകങ്ങളുടെ അഭാവം പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ തെങ്ങിന്റെ അവശിഷ്ടങ്ങൾ ഓലയും മടലും ഒക്കെ നമ്മൾ വീണ്ടും എന്താണ് ഒരു ജൈവ പുനഃചംക്രമണം, നേരത്തെ നമ്മൾ ജൈവ കൃഷിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ തെങ്ങിൻ തോട്ടത്തിൽ ലഭ്യമായിട്ടുള്ള ജൈവാവശിഷ്ടങ്ങൾ പുനഃചംക്രമണം ചെയ്തുകൊണ്ട് തന്നെ മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഓരോ കാർഷിക പരിസ്ഥിതി യൂണിറ്റിനും കേരളത്തിൽ 23ഓളം അത്തരം യൂണിറ്റുകളുണ്ട്. തെങ്ങ് കൃഷിക്ക് പ്രധാനമായിട്ടുള്ള എല്ലാ കാർഷിക പരിസ്ഥിതി യൂണിറ്റുകളിലും മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കർഷകനും കൃഷിയിടത്തിലെ മണ്ണിന്റെ ആരോഗ്യസ്ഥിതി അറിഞ്ഞുകൊണ്ടുള്ള മണ്ണ് വളപ്രയോഗവും ഒക്കെ ശാസ്ത്രീയമാക്കി കഴിഞ്ഞ ജലപരിപാലനവും മണ്ണുജല സംരക്ഷണവും കൊണ്ട് തന്നെ തെങ്ങിൻ തോപ്പിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കർഷകർക്കൊക്കെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ധാരാളം കീടരോഗങ്ങൾ വഴി നമുക്ക് തെങ്ങിന്റെ വിളനഷ്ടം ഉണ്ടാവുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നുള്ളതാണ്. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കീടരോഗങ്ങൾക്കെതിരെ സംയോജിത കീടരോഗ നിയന്ത്രണ നടപടികൾ ഗവേഷണത്തിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വിവിധ രോഗങ്ങളായാലും കീടങ്ങളായാലും കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അതുപോലെ തന്നെ അടുത്ത കാലത്തുള്ള വന്നിട്ടുള്ള വെള്ളീച്ച രോഗങ്ങൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ കാറ്റുവീഴ്ച മുതൽ കുമ്പിച്ചിയിലും ചെന്നീരൊലിപ്പും തഞ്ചാവൂർ പാട്ടും ഇതിനൊക്കെ എതിരായിട്ട് നമുക്ക് ഫലപ്രദമായിട്ടുള്ള സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഇത് നമുക്ക് അനുവർത്തിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ആദ്യമേ സൂചിപ്പിച്ച ബഹുവിള സമ്മിശ്ര കൃഷി തെങ്ങിൻ തോപ്പിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരുമാന വർധനവിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, കൊപ്രയും വെളിച്ചെണ്ണയ്ക്കും അപ്പുറം മറ്റു ഉൽപ്പന്നങ്ങൾ പരമാവധി കൂട്ടായ്മകളിലൂടെ നമുക്ക് തയ്യാറാക്കി വിപണിയിൽ എത്തിക്കാൻ കഴിയണം. അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാനുണ്ട്. സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും ഓരോ തെങ്ങ് കൃഷിക്കാരൻ വിചാരിച്ചാൽ വ്യക്തിഗതമായ രീതിയിൽ ഇതൊന്നും ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. കേരളത്തിന്റെ കാർഷിക സാഹചര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമ്മുടെ കൃഷിയിടത്തിന്റെ വിസ്തൃതി വളരെ കുറവാണ്. ഇപ്പൊ തെങ്ങിൻ തോപ്പില് ശരാശരി 50 സെന്റിലും താഴെയാണ്. അപ്പം ഈ ഇത്രയും ചുരുങ്ങിയ കൃഷി വിസ്തൃതിയുള്ള നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ വരുമാന വർധനവിന് ഉള്ള വിഭവ പരിമിതിയുണ്ട്. അപ്പൊ ഈ വിഭവ പരിമിതി മറികടക്കുന്നതിനാണ് കൃഷിക്കാരുടെ കൂട്ടായ്മ പ്രാദേശിക തലത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. തെങ്ങ് കൃഷിക്കാരുടെ കൂട്ടായ്മകൾ വഴി നമുക്ക് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും ഫലപ്രദമായിട്ട് കൃഷിയിടങ്ങളിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് കീടരോഗബാധയുടെ നിയന്ത്രണത്തിന് സ്വാഭാവികമായിട്ടും അതാത് പ്രദേശത്തെ കർഷകരുടെ കൂട്ടായ്മ വേണം. ഒരു കൃഷിക്കാരൻ മാത്രം നമ്മൾ കീടരോഗ നിയന്ത്രണത്തിനുള്ള ഉപാധികൾ അനുവർത്തിച്ചാൽ അത് ഫലപ്രദമാവില്ല. അപ്പൊ കർഷകരുടെ കൂട്ടായ്മകൾ വേണം. അതുപോലെ തന്നെ നമുക്ക് നല്ല തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതിനുള്ള സംരംഭങ്ങൾ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതാത് പ്രദേശത്തെ കേര കർഷകരുടെ കൃഷിയിടങ്ങളിൽ സ്വാഭാവികമായിട്ടും വളപ്രയോഗത്തിനും വേണ്ട നമ്മളെ ജൈവവള നിർമ്മാണവും അതിന്റെ വിപണനവും അതുപോലെ തന്നെ രാസവളത്തിന്റെ ഒരുമിച്ച് വാങ്ങിക്കലും അതുപോലെ തന്നെ അംഗങ്ങളായ കർഷകർക്ക് അത് എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ വിവിധ കേര വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഗ്രാമതലത്തിലെ ഏജൻസി എന്ന രീതിയിലും കർഷക കൂട്ടായ്മകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിലെ സാഹചര്യങ്ങളിൽ. ഇപ്പൊ അത്തരം കൂട്ടായ്മകൾ നാളികേര ബോർഡും കൃഷി വകുപ്പൊക്കെ ഇതിനകം തന്നെ ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളികേര ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 7000-ലധികം കോക്കനട്ട് പ്രൊഡ്യൂസർ സൊസൈറ്റികളുണ്ട്. നമുക്ക് 400-ൽ പരം കോക്കനട്ട് പ്രൊഡ്യൂസർ ഫെഡറേഷനുകളുണ്ട്. 29-ലധികം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനികളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് കർഷകരുടെ കൂട്ടായ്മകൾ സംസ്ഥാന കൃഷി വകുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കേരളത്തിന്റെ സമഗ്രമായ കേര സുസ്ഥിര വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അപ്പൊ ഇതിനൊക്കെ പല ഏജൻസികളുണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക സർവകലാശാലയുണ്ട്, CPCRA ഉണ്ട്, നാളികേര വികസന ബോർഡുണ്ട്, കൃഷി വകുപ്പുണ്ട്, ഈ പറഞ്ഞ നേരത്തെ വളരെ വിപുലമായ കേര കർഷക കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഏകോപനം, കോർഡിനേഷൻ, ഇത് പറയാൻ എളുപ്പമാണ്. പ്രായോഗിക തലത്തിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസികളുടെ കൂട്ടായ്മകൾ നമുക്ക് ഒരു ഏകോപനം നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ ചുരുക്കി പറഞ്ഞാൽ സുസ്ഥിരമായ കേര വികസനം മാത്രമല്ല, അത് കേരള വികസനവും തന്നെയാണ്. അതുപോലെ തന്നെ സുഭിക്ഷ കേരളം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനത്തിനും തീർച്ചയായിട്ടും നമ്മുടെ തെങ്ങിൻ തോപ്പുകളെ പണ്ടത്തെ പോലെ അവഗണിക്കാൻ നമുക്ക് കഴിയില്ല.
ഒരു സുസ്ഥിര കേര വികസനത്തിനുള്ള നിരവധി ഇടപെടലുകൾ ആവശ്യമാണ്. അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിനുള്ള ചർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് നഷ്ടപ്പെടുന്ന കേര സമൃദ്ധി വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇതിനകം തന്നെ പ്രേക്ഷകരിൽ നിന്ന് ചോദ്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഹരിതകേരള മിഷന്റെ ടെക്നിക്കൽ ഓഫീസർ ശ്രീമതി ഹരിപ്രിയ ദേവി വായിക്കും. അവിടെ CPCRIയിലെ ഡോക്ടർ ജയശേഖർ അത് ബന്ധപ്പെട്ട വിദഗ്ധർക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറേ, ആദ്യത്തെ ചോദ്യം തെങ്ങിന്റെ തടം തുറക്കുന്ന വിധവും വളപ്രയോഗവും വിശദീകരിക്കാമോ എന്നാണ്. റാം മോഹൻദാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കേട്ടിരുന്നോ സാർ? ഒന്നുകൂടെ പറയാം. റാം മോഹൻദാസ് ചോദിക്കുന്നു, തെങ്ങിന്റെ തടം തുറക്കുന്ന വിധവും വളപ്രയോഗവും വിശദീകരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. നമ്മള് തെങ്ങിന്റെ വേർപടലം സ്റ്റഡി ചെയ്യുമ്പോൾ ഫലപ്രദമായിട്ടുള്ള വേരുകൾ, അതായത് വെള്ളത്തെയും വളത്തെയും വലിച്ച് എടുക്കുന്ന വേരുകള് 6 അടി ചുറ്റളവിലാണ്. അതായത് തെങ്ങിൻ തണ്ടിൽ നിന്നിട്ട് 6 അടി ചുറ്റളവിലാണ് 75% മുകളിൽ വേരുകളുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മളിപ്പോ CPCRൽ തന്നെ ഏകദേശം ഒരു 72 തൊട്ട്, ശരിക്കും പറയുവാണെങ്കിൽ 1919 തന്നെ ഒരു എക്സ്പെരിമെന്റ് ഇതിനു വേണ്ടിയാണ് പ്രത്യേകിച്ച് തടം തുറക്കുന്നത്, തടം തുറക്കാതെ എങ്ങനെ ഉണ്ട്, അങ്ങനെ കുറിച്ച് ഒരു ഗവേഷണം 1919 തുടങ്ങി. പിന്നെ വീണ്ടും 1972 തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോ പ്രത്യേകിച്ച് ജൈവവളത്തിന്റെ മുഴുവൻ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ തടം തുറക്കണം. എന്തുകൊണ്ട് തടം എങ്ങനെ 6 അടി ചുറ്റളവില് നമുക്ക് 15, അതായത് ഒരു 6 അടി നമുക്ക് ശരിയായ രീതിയിൽ നല്ല മണ്ണിൽ നമ്മൾ ശരിയായ രീതിയിൽ നടുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 6 അടി ചുറ്റളവിൽ വേരുകൾ ഉണ്ടാവും ഇങ്ങനെ പടുക്കവശമായിട്ട്. പക്ഷെ ആഴമായിട്ട് നോക്കുമ്പോൾ ശരിക്കും നടുവാണെങ്കിൽ വെള്ളം കട്ടി നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ മുകളത്തെ 6 അടിയിൽ വേരുകൾ ഉണ്ടാവില്ല. ശരിക്കും അതിനുശേഷമാണ്, അതും മെജോറിറ്റി വേരുകൾ നോക്കുമ്പോൾ 1 മുതൽ 2 അടി ആഴത്തിലാണ് വേരുകൾ ഉള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വേരുകളുടെ പർപ്പസ് എന്താണ്? വെള്ളത്തെയും വളത്തെയും വലിച്ചെടുക്കാണ്. അപ്പോൾ നമുക്ക് ഇടുന്ന ഈ ജൈവവളം മുഴുവൻ എഫക്റ്റ് കിട്ടണമെങ്കിൽ തടം തുറന്നെങ്കിൽ നല്ലതാണ്. അപ്പൊ അതിന് എന്താ ചെയ്യണം? തടം തുറക്കുക. പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലം തീരാറാവുമ്പോൾ, കാരണം പ്രത്യേകിച്ച് നമുക്ക് കാലവർഷ മഴ നമുക്ക് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റിൽ, പക്ഷെ ഈർപ്പം ഉണ്ടായിരിക്കണം. 6 അടി ചുറ്റളവിൽ തടം തുറന്നിട്ട് ഈ ജൈവവളം പറയുമ്പോൾ there is no substitute for organic manure. അപ്പോ ചുരുങ്ങിയത് നമുക്ക് അത് ഏത് ജൈവവളമാകട്ടെ, ചാണകവളമാവട്ടെ, പച്ചില വളമാവട്ടെ, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആവട്ടെ, ചുരുങ്ങിയത് നമുക്ക് 30 മുതൽ 50, എന്റെ റെക്കമെൻഡേഷൻ പറഞ്ഞാൽ 50 kg വളം ഉണ്ടായിരിക്കണം. അത് ചാണകമാവാം. ഇത് എങ്ങനെ ഇടുമ്പോൾ ഫുള്ളായിട്ട് വിതരണം ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാ സ്ഥലത്തിലും മാക്സിമം സ്ഥലത്തിൽ കവർ ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുമ്പോൾ, ഈ ജൈവവളം ഇടുമ്പോൾ നമുക്ക് 3 തരത്തിലാണ് നമുക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. എന്താണ്? ഒന്ന്, മണ്ണിന്റെ ഭൗതികം, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ആകും. പിന്നെ അടുത്ത് ചെടിക്ക് ആവശ്യമായിട്ടുള്ള 17 എസെൻഷ്യൽ എലമെന്റ്സ് നമ്മൾ ഈ ജൈവവളം ഇടുമ്പോൾ കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫുൾ സ്ഥലത്തിലിടണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബയോളജി, അതായത് മണ്ണിൽ നന്മയെ പായിക്കുന്ന, അതായത് നമുക്ക് ഇടുന്ന ഈ വളത്തെ ശരിയായ രീതിയിൽ ഉണ്ടാക്കി അതിന് ചെടിക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് സൂക്ഷ്മ ജീവാണുക്കൾ. അതിന്റെ വളർച്ചയിലും നമുക്ക് ജൈവവളം പ്രധാന റോൾ വഹിക്കുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോ 6 അടി ചുറ്റളവില് ഈ 50 കിലോ ചാണകമോ ജൈവവളം ഫുള്ള് ഇടാവുമ്പോ ആ ഭാഗത്തിലുള്ള എല്ലാ
നമുക്ക് മണ്ണിന്റെ ഘടന മെച്ചപ്പെടും, കെമിക്കൽ പ്രോപ്പർട്ടീസ് മെച്ചപ്പെടും, ജൈവം. പക്ഷേ പ്രാക്ടിക്കൽ പ്രോബ്ലം എന്താണ്? തടം തുറക്കാൻ പണ്ടത്തെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ കൂലി ചെലവാണ്. ഇപ്പോ ഒരു തടം തുറന്നിട്ട് നമ്മൾ വളം ഇടുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്നത് ചോദ്യം എന്താണ്? 100 രൂപ വരും. പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ് ഇത് നോക്കുമ്പോൾ അത് നഷ്ടമായെങ്കിലും നമ്മൾ ദീർഘകാലം, അതായത് ലോങ് ടേം നോക്കുമ്പോൾ ഇത് ചെയ്തേ പറ്റൂ. പക്ഷെ അതിന് നമ്മൾ എന്താ ചെയ്യുക? അടുത്ത ഘട്ടമായിട്ട് ഇപ്പൊ നമ്മൾ കുപ്പാട്ട വെച്ചിട്ട് തന്നെ, അപ്പൊ അതുപോലെ തന്നെ കാണാം ഈസി ആയിട്ട് നമ്മളിപ്പോ കുപ്പാട്ട മുഖാന്തരമായിട്ട് ഇതിനെ തടം തുറക്കാം. പക്ഷെ തടം തുറക്കുമ്പോൾ ഏത് കാരണം കൊണ്ടും തെങ്ങിന്റെ ആ തണ്ട് ബാധിക്കാൻ പാടില്ല. നമ്മൾ ഈ കുപ്പാട്ട കൊണ്ട് തന്നെ ഒരു മിനിമം നമുക്ക് ഒരു 5 മിനിറ്റിൽ ഒരു തടം തുറക്കാം, നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് 50 ആവുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈസി ആയിട്ട് ലാഭകരമായിട്ട് എടുക്കാൻ നോക്കണം. ഒന്ന് അങ്ങനെ ചെയ്യാം. പിന്നെ സപ്പോസ് എന്റെ ഇതിൽ നമുക്ക് ചിലപ്പോൾ അടുത്ത ചോദ്യം വരും, ഇങ്ങനെ തടം തുറക്കുമ്പോൾ വേരുകൾ മുറിയാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി കറക്റ്റായിട്ട് നട്ടെങ്കിൽ അത് നമ്മൾ പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. വേരുകൾ മുറിയുന്ന പ്രശ്നമില്ല. പക്ഷേ വെള്ളം കട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തൈ നട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നടുമ്പോൾ തന്നെ മോളോട്ട് നടുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് വേരുകൾ മോളോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളിങ്ങനെ തടം തുറക്കുമ്പോൾ ചിലപ്പോൾ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണം? കുറച്ച് നമ്മൾ കുറെ കാലം കണ്ടിന്യൂസ് ആയിട്ട് മണ്ണിന്റെ കുറച്ച് മോളോട്ട് ആക്കുവാണെങ്കിൽ ശരിയാവും. പിന്നെ ഇതല്ലാത്ത അറ്റ്ലീസ്റ്റ് ചില ആൾക്കാർ ഇപ്പൊ ഇതിലിപ്പോ നമുക്ക് പ്രയോജനവും ഉണ്ട്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കൂലിച്ചെലവ്. സോ അപ്പൊ കൂലിച്ചെലവ് നേരിടാൻ വേണ്ടി നമുക്ക് മെക്കാനൈസേഷൻ പോകാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് അത് ഇല്ലെങ്കിൽ നമുക്ക് വളം ഏതാവട്ടെ, അത് ജൈവവളമാവട്ടെ രാസവളമാവട്ടെ, എനി അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഇടാൻ പാടില്ല. കാരണം വളം മീൻസ് ഇട്ടിട്ട് നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇമ്മ്യൂണിറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വെക്കുന്നില്ല, ഇമ്മ്യൂണിറ്റ് ആയി മൂടുന്നുണ്ട്. അതുപോലെ തന്നെ വളമും ഇട്ടിട്ട് ഇമ്മ്യൂണിറ്റ് ആയിട്ട് മൂടണം. അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ തടം തുറച്ചത് നല്ലതാണ്. അടുത്ത ചോദ്യം ജ്യോതിസ് ആണ് ചോദിക്കുന്നത്, കായ്ഫലം ഇല്ലാത്ത തെങ്ങ് കള്ള് ചെത്താൻ കൊടുത്താൽ നല്ലതാണോ? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നേരത്തെ തടമെടുത്തതിന്റെ കാര്യം ഒരു സൂചനയും കൂടി. പല കർഷകരുടെ തോട്ടങ്ങളിലെയും ഒരു അനുഭവം, തടം എല്ലാ വർഷവും എടുക്കാതെ തന്നെ നിലവിലുള്ള ജൈവാവശിഷ്ടങ്ങളൊക്കെ ചേർത്ത് ഇപ്പൊ കൂലിച്ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു സമീപനം എന്ന രീതിയിൽ തടമെടുക്കുന്നത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ നേരത്തെ സൂചിപ്പിച്ച പ്രോജക്റ്റിൽ പലയിടങ്ങളിൽ ഞങ്ങൾ ഈ തടം തുറക്കാതെ തന്നെ വളപ്രയോഗം നടത്തി അതിന്റെ ഗുണഫലങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ, സ്വാഭാവികമായിട്ടും ഡോക്ടർ സുബ്രഹ്മണ്യൻ സൂചിപ്പിച്ചതുപോലെ കുറെ കൂടി ഫലപ്രദമായ രീതിയിൽ ജൈവവളം നിക്ഷേപിക്കുന്നതിനും അത് മണ്ണുമായിട്ട് ഇഴുകി ചേരുന്നതിനും ഇത് ആവശ്യമുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഇത് ചില കർഷകരുടെ പ്രായോഗിക അനുഭവങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ കുറെ നാളുകൾ തടം തുറക്കാതെ തന്നെ ഇപ്പൊ ആവശ്യത്തിന് നമ്മുടെ മണ്ണിൽ വളവും വെള്ളവും ആഗിരണം ചെയ്യപ്പെടാനുള്ള തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കൃഷിയിടങ്ങളിൽ, പ്രത്യേകം ഈ ലാറ്ററൈറ്റ് മണ്ണിൽ. അപ്പൊ അത്തരത്തില് നമുക്ക് വളം ഒരു തലത്തിൽ തന്നെ ചേർത്താൽ അത് രാസവളങ്ങളൊക്കെ പ്രത്യേകിച്ച് മണ്ണിന്റെ ആവശ്യത്തിന്റെ വേരുകളിലേക്ക് ചെല്ലുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പല കർഷകരുടെയും അനുഭവങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തടം തുറക്കുന്ന പാട് ഒഴിവാക്കാമെന്നുള്ള അതും കൂടിയുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ കള്ളുചെത്തിനെ കുറിച്ചിട്ടുള്ള സംശയം ഡോക്ടർ സുബ്രഹ്മണ്യൻ ചോദ്യം ഒന്ന് പറയാൻ പറ്റുമോ? ചോദ്യം കായ്ഫലം ഇല്ലാത്ത തെങ്ങ് കള്ള് ചെത്താൻ കൊടുത്താൽ നല്ലതാണോ എന്നാണ്. കായ്ഫലം ഇല്ലാത്ത തെങ്ങ് എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് കായ്ഫലം ഇല്ലാതായത് എന്നുള്ളത്. അപ്പം അത് ജനിതകപരമായി ഗുണമേന്മയില്ലാത്ത ഒരു തെങ്ങാണെങ്കിൽ സ്വാഭാവികമായിട്ടും കള്ള് ചെത്തുന്ന ആരംഭിച്ചത് കൊണ്ട് മാത്രം അതിനകത്ത് വീണ്ടും കായ്ഫലം ഉണ്ടാവണമെന്നില്ല. കള്ള് ചെത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദൂഷ്യമൊന്നും തെങ്ങിനുണ്ടാവില്ല. പക്ഷെ കള്ള് ചെത്താൻ കൊടുത്തത് കൊണ്ട് മാത്രം തീരെ ഉൽപാദനക്ഷമമല്ലാത്ത ഒരു തെങ്ങ് കൂടുതൽ വിളവ് നൽകാൻ തുടങ്ങുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. സാർ അടുത്ത ചോദ്യം, 3 വർഷമായ തെങ്ങ് തടിയുടെ ഉള്ളിൽ പുഴു വന്ന് തെങ്ങ് ഒടിഞ്ഞു വീണു, ഇതിനെന്താണ് പരിഹാരം? ചെമ്പൻചെല്ലിയുടെ ബാധയായിരിക്കാൻ സാധ്യതയുണ്ട്. 3 വർഷം പ്രായം തൊട്ടാണ് ചെമ്പൻചെല്ലി ബാധ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? 3 വർഷം തൊട്ട് 20 വർഷം വരെയുള്ള തെങ്ങുകളിലാണ് ചെമ്പൻചെല്ലി ബാധ നമുക്ക് രൂക്ഷമായിട്ട് ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ
തെങ്ങ് നട്ട് 3 വർഷമാകും തൊട്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതായത് ചെമ്പൻചെല്ലി ബാധ ഉണ്ടോ ഇല്ലയോ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മോണിറ്റർ ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പിന്നെ തെങ്ങിൻ തടിയിലും മറ്റു മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കണം. കാരണം ഈ ചെമ്പൻചെല്ലി എന്ന് പറയുന്നത് തെങ്ങിൽ നിന്നും വമിക്കുന്ന മണം, തെങ്ങിന്റെ മണത്തിന് വളരെ സെൻസിറ്റീവാണ്. അപ്പൊ അത് മുട്ടയിടാൻ തെങ്ങ് കണ്ടുപിടിക്കുന്നത് ഈ മണം വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തെങ്ങിന്റെ തടിയിലും മറ്റും ഒരു മുറിവുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കണം. അതുപോലെ കൂമ്പുചീയൽ രോഗം, പിന്നെ കൊമ്പൻചെല്ലിയുടെ ബാധ, ഇതൊക്കെ ചെമ്പൻചെല്ലി ആക്രമണം ത്വരിതപ്പെടുത്തുന്നു. അപ്പം അതുകൊണ്ട് ഇത് രണ്ടിനെയും ഫലപ്രദമായിട്ട് നിയന്ത്രിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻകരുതൽ നടപടിയായിട്ട്, അതായത് ചെല്ലിബാധ ഏൽക്കാതിരിക്കാനായിട്ട് മഴക്കാലത്തിന് മുന്നേ നമുക്ക് ഓലക്കവിളില് പാറ്റാഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ ബോളും മണലും ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റി നീം കേക്ക്, അതായത് വേപ്പിൻ പിണ്ണാക്കും മണലും കലർന്ന മിശ്രിതം, ഇതൊക്കെ കൃഷിക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഇട്ട് കൊടുക്കുക. അതല്ലാതെ നമുക്കൊരു രാസ കീടനാശിനി പറയാനുള്ള ഫെർട്ടേറ എന്ന് പറയുന്ന തരി രൂപത്തിലുള്ള ഒരു കീടനാശിനി, ഫെർട്ടേറ 5 ഗ്രാം ഒരു തെങ്ങിന് ഓലക്കവിളില് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഫെർട്ടേറ 50 ഗ്രാം പ്ലസ് 2 കിലോഗ്രാം മണലും കലർന്ന മിശ്രിതം നമുക്ക് ഒരു തെങ്ങിന് 250 ഗ്രാം എന്ന തോതിൽ. സ്പീഡ് കൂടുന്നുണ്ടോ അതോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 250 ഗ്രാം ഒരു തെങ്ങിന് 250 ഗ്രാം എന്ന തോതിൽ ഓലക്കവിളിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മുൻകരുതൽ നടപടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ചെല്ലിബാധ വന്നിട്ടുണ്ടെങ്കിൽ, അത് കൂടുതൽ അകം വശം മൊത്തം കാർന്ന് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തെങ്ങിനെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അകം വശം അല്ലെങ്കിൽ മണ്ടയിലൂടെ തടിയിലൂടെയും പിന്നെ കണ്ണാടി ഭാഗത്തിലൂടെയാണ് ചെല്ലിബാധ ഉണ്ടാകുന്നത്, അല്ലെ? കൃഷിക്കാർക്ക് അറിയാം അത്. അപ്പൊ മണ്ടയിലാണ് ബാധ ഏറ്റിട്ടുള്ളത്, അതിന്റെ ഗ്രോയിങ് പോയിന്റ്, അതായത് ചക്കരക്കുടം എന്ന് പറയുന്ന ഭാഗം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തെങ്ങിനെ ജീവിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതുപോലുള്ള തെങ്ങിനെ പാടെ നിശേഷം വെട്ടി അല്ലെങ്കിൽ അത് അവിടുന്ന് ചെമ്പൻചെല്ലി പെറ്റുപെരുകാനുള്ള ഒരു കാരണമായി മാറും. അതുകൊണ്ട് അതുപോലെ ചെല്ലിബാധ മൂലം മണ്ടമറിഞ്ഞ തെങ്ങോ എല്ലാം ഉണ്ടെങ്കിൽ തോട്ടത്തിൽ നിന്ന് ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക. അതിനുശേഷം അടുത്തുള്ള തെങ്ങുകൾക്ക് നമുക്ക് ഈ മരുന്നുകൾ, ഓലക്കവിൾ മരുന്നുകൾ ഇട്ട് കൊടുക്കുക. ഈ തടിയിലൂടെ ചെല്ലിബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കുത്തി വെച്ചു കൊടുക്കാൻ പറ്റും. അതായത് ഇമിഡാക്ലോപ്രിഡ്, അത് 0.5 മുതൽ 1 മില്ലി ഇമിഡാക്ലോപ്രിഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമുക്ക് തടി കൂടെ കുത്തി വെച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു പച്ച ലേബലുള്ള ഇൻസെക്ടിസൈഡ് ആണെന്നുണ്ടെങ്കിൽ സ്പൈനോസൈഡ് നമുക്ക് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തടിയിൽ കൂടെ കുത്തി വെച്ചു കൊടുക്കാവുന്നു. പിന്നെ ചെല്ലിബാധ ഒരു തെങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ ആ കൃഷിക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തുള്ള തെങ്ങുകളിലും ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ ഇപ്പോൾ തന്നെ ആ ചെല്ലിബാധയായിട്ട് നശിച്ച തെങ്ങ് നശിപ്പിച്ച് കളയുക. പിന്നെ ബാക്കിയുള്ള തെങ്ങുകൾക്ക് ഓലക്കവിളിൽ മരുന്ന് അല്ലെങ്കിൽ റിപ്പലൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം അനിൽ മോനിപ്പള്ളിയാണ് ചോദിക്കുന്നത്. സങ്കരയിനം തെങ്ങുകൾ DNTT അല്ലാതെ വേറെ ഏതെല്ലാം ഉണ്ട്? നമ്മുടെ നാടിന് യോജിച്ച സങ്കരയിനം തെങ്ങുകൾ ഏതൊക്കെയാണ്? സങ്കരയിനം തെങ്ങുകള് ഇപ്പൊ TNTD എന്ന് നേരത്തെ പറഞ്ഞ കേരസങ്കര എന്ന പശുപതിര നെടിയനും ചാവക്കാർ ഓറഞ്ച് ഡ്വാർഫും തമ്മിലുള്ള വർഗ സങ്കരണം, അതിന്റെ ക്രോസ് ആണ് അത് കേരസങ്കര. അതിന്റെ തിരിച്ചുള്ള ക്രോസ് ആണ് നമ്മൾ DNTT വിഭാഗത്തിൽപ്പെട്ട ചന്ദ്രസങ്കര. പിന്നെ ഉള്ളത് ലക്ഷദ്വീപ് നാടനും ഓറഞ്ച് ഡ്വാർഫും തമ്മിലുള്ള ക്രോസ് ആയിട്ടുള്ള ചന്ദ്രലക്ഷ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ കാറ്റുവീഴ്ച പ്രദേശങ്ങളിലേക്ക് അനുയോജ്യമായിട്ടുള്ള കൽപ്പസങ്കര ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ടിപ്റ്റൂർ ടോളും യെല്ലോ ഡ്വാർഫും തമ്മിലുള്ള ക്രോസ് നമുക്ക് കൽപ്പശ്രേഷ്ഠ. ഇതൊക്കെ CPCRയിൽ നിന്നുള്ള സങ്കര ഇനങ്ങളാണ്. ഇപ്പൊ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ലക്ഷഗംഗ, കേരഗംഗ, അനന്തഗംഗ ഇതൊക്കെ KU നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള സങ്കര ഇനങ്ങളാണ്. ഇതാണ് തെങ്ങിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ കേരള സാഹചര്യങ്ങളിലേക്ക് വളർത്താൻ അനുയോജ്യമായവ. ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ആവർത്തിക്കട്ടെ, നമുക്ക് നല്ല രീതിയിൽ വിളപരിപാലനം നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങളിലാണ് സങ്കര ഇനങ്ങൾ മെച്ചപ്പെട്ട വിളവ് നൽകുന്നത്. വിളപരിപാലനം എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് നമുക്ക് ജലസേചനം നൽകാൻ കഴിയണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വളപ്രയോഗവും നമുക്ക് തെങ്ങുകൾക്ക് നൽകാൻ കഴിയണം. അടുത്ത ചോദ്യം നസ്രീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 മുതൽ 3 വർഷം വരെ പ്രായമുള്ള തെങ്ങിൻ തൈയുടെ നാം പോലെ അഴുകിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പരിഹാരം നിർദ്ദേശിക്കാമോ?
അത് കൂമ്പുചീയൽ രോഗമാവാനാണ് സാധ്യത. കാരണം മഴക്കാലങ്ങളിൽ നമുക്ക് പ്രത്യേകം കണ്ടുവരുന്ന ഒരു രോഗമാണ് കൂമ്പുചീയൽ രോഗം, അഴുകൽ രോഗം. അപ്പൊ അതിനായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് വെള്ളം ഒക്കെ അതിന്റെ കൂമ്പിലേക്ക് വീഴാതെ തെറിക്കാത്ത രീതിയിൽ വെക്കാൻ ഒന്നാമത്തെ കാര്യം. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ബോഡോ മിശ്രിതം 1% വീര്യത്തിലുള്ള ബോഡോ മിശ്രിതം കൂമ്പോലയിൽ തളിച്ചു കൊടുക്കുക. ഇതാണ് നാമ്പിൽ തന്നെ വീഴത്തക്ക രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ സീഡ്ലിംഗ് നമ്മുടെ തോട്ടത്തിൽ നട്ട് കഴിഞ്ഞ ഉടനെ കൊമ്പൻചെല്ലി അതിന്റെ നാമ്പോലയുടെ അടിവശത്ത് തുറന്ന് കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ കൊമ്പൻചെല്ലി നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. കൂമ്പുചീയൽ രോഗത്തിന് നമുക്ക് 1% വീര്യത്തിലുള്ള ബോഡോ മിശ്രിതം മതിയാവും. അടുത്ത ചോദ്യം, ടിഷ്യൂ കൾച്ചർ തെങ്ങിനങ്ങളുടെ ഉണ്ടെങ്കിൽ അവയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ടിഷ്യൂ കൾച്ചർ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് തെങ്ങിൻ തൈയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇനിയും നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. മുൻകാലത്ത് നമ്മൾ ആദ്യ ഘട്ടത്തിൽ ചെറിയ ഒരു ഫലപ്രാപ്തി ഉണ്ടെങ്കിലും അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടിഷ്യൂ കൾച്ചർ വഴി തെങ്ങിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അതിനെക്കുറിച്ചുള്ള ഗവേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. അടുത്ത അനുജ ചോദിക്കുന്നു, തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും അതുവഴി ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ച് പറയാമോ? സഞ്ജീവ് പറയൂ, അതോ ഞാൻ പറയണോ? പ്രധാനമായിട്ടും നമ്മളെ കേര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏജൻസികൾ ഒന്ന് CPCRI, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം കാസർഗോഡ്, ഞങ്ങളുടെ പ്രാദേശിക കേന്ദ്രം കായംകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട 2 ഏജൻസികൾ, ഒന്ന് നാളികേര വികസന ബോർഡാണ്. നാളികേര വികസന ബോർഡിന്റെ വികസന പദ്ധതികൾ, പ്രത്യേകിച്ച് റിജുവിനേഷനില് പുനരുദ്ധാരണ പദ്ധതി, അതുപോലെ തന്നെ ഏരിയ എക്സ്പാൻഷൻ, നമ്മൾ പുതുതായിട്ട് തെങ്ങ് നടുന്നതിനുള്ള പദ്ധതി, നാളികേര ഇൻഷുറൻസ്, പാം ഇൻഷുറൻസ്, അതുപോലെ തന്നെ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ, LODP, ലേയിങ് ഔട്ട് ഓഫ് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എന്നുള്ള ഒരു, അതായത് പ്രദർശന തോട്ടങ്ങൾ ഒരുക്കുന്നതിന് പല സാങ്കേതിക വിദ്യകളും, പ്രത്യേകിച്ച് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയുള്ള ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ, ഇപ്പൊ ഇങ്ങനെയുള്ള പല പദ്ധതികളും നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് കൃഷി വികസനത്തിന്റെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസി കൃഷി വകുപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഹരിപ്രിയ സഞ്ജീവോ കൃഷി വകുപ്പിന്റെ ഓരോ പഞ്ചായത്തിനുമുള്ള കൃഷിഭവൻ വഴി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സഞ്ജീവ് അവിടുന്ന് ഇപ്പോൾ നമ്മുടെ കൃഷി വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇപ്പോൾ കേരഗ്രാമം എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അത് ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറിയേനം, മുന്തിയേനം തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കേരഗ്രാമം എന്ന രീതിയിൽ മുഖ്യമായിട്ട് നടപ്പിലാക്കി വരുന്നത്. ഇത് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളുടെ ഭാഗമായിട്ടും തെങ്ങിന് വേണ്ട വികസന പരിപാടികൾ നടത്തുന്നുണ്ട്. അടുത്തൊരു ചോദ്യം അക്ഷയ് ആണ് ചോദിച്ചിരിക്കുന്നത്, മരിച്ചീനി കൃഷി തെങ്ങിൻ തോപ്പിൽ ആദായകരമായി കൃഷി ചെയ്യാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഏതെങ്കിലും പ്രത്യേക ഇനം മരിച്ചീനി ഇതിനായി ഉപയോഗിക്കാമോ? നീവിളയെക്കാട്ടിലും നമ്മൾ ഇടവിള ചെയ്യുമ്പോൾ തെങ്ങിന്റെ വരുമാനം വർദ്ധിപ്പിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 6 അടി, കാരണം ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്താണ്? സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക. അതുപോലെ തന്നെ കൃഷി സക്സസ് ആവണമെങ്കിൽ അതായത് കൃഷിക്ക് വേണ്ടിയ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ 2 തെങ്ങിന് തമ്മിലുള്ള ഇടയകലം 7.5 മീറ്റർ ആണ്. 7.5 മീറ്റർ മുതൽ 8 മീറ്റർ, അതായത് 25 മുതൽ 26 അടി സമസതുരം, ആ ടൈപ്പിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാരണം തെങ്ങിന്റെ പ്രത്യേകത ഒരു തണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് ഇൻക്രീസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൃഷിന് ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യപ്രകാശം താഴെ എത്താൻ സാധ്യത കൂടുതലുണ്ട്. കാരണം ഇങ്ങനെ തെങ്ങിങ്ങനെ നമ്മൾ 8 മീറ്ററിൽ ചെയ്യുമ്പോൾ
ആദ്യത്തെ 5 വർഷങ്ങളിലും പിന്നെ 20 വർഷം കഴിഞ്ഞ ശേഷവും നമുക്ക് സൂര്യപ്രകാശം 50% മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തെങ്ങിന് നമുക്ക് ഇടവേള ചെയ്തെങ്കിൽ വരുമാനം കൂടും. അതുമാത്രമല്ല മറ്റു കൃഷി നമ്മൾ നോക്കുമ്പോൾ ഇടവേള ചെയ്യുമ്പോൾ പ്രധാന കൃഷി ചിലപ്പം ഈൽഡ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ തെങ്ങിന് അങ്ങനല്ല. തെങ്ങിന് തനിവിളയെക്കാട്ടിലും നമ്മൾ ഇടവേള ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇടവേളയിൽ എക്സ്ട്രാ വരുമാനം കിട്ടും. അതുപോലെ തന്നെ തെങ്ങിന്റെ ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇപ്പൊ അതിൽ ഏറ്റവും പറയപ്പെടുന്ന ഈ മരച്ചീനികൾ ടാപ്പിയോക്ക എന്ന് പറയുന്നത് ഇപ്പോ CTCRI റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ശ്രീവിജയ H165 പിന്നെ കൃഷ്ണ ഈ ഇവിടെയും നമുക്ക് ഏത് ഇനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ചെയ്യേണ്ടത് തെങ്ങിന് തടത്തിൽ നിന്നിട്ട് നമുക്കൊരു 6 അടി വിട്ടിട്ട് 1 മീറ്റർ 1 മീറ്റർ 3 അടി 3 അടിയിൽ ആ രീതിയിൽ ചെയ്യണം. പിന്നെ അടുത്ത് ഏറ്റവും പ്രധാനം ചെയ്യേണ്ടത് ഇങ്ങനെ 2 വിള ചെയ്യുമ്പോൾ തെങ്ങും അതിൻ്റെ ഒപ്പം ഇടവേള ചെയ്യുമ്പോൾ തെങ്ങിന് വേണ്ടിയ വളപ്രയോഗവും മരച്ചീനികൾ വളപ്രയോഗം ചെയ്തിരിക്കണം. അപ്പൊ അതിനെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ജൈവ രീതിയിൽ തന്നെ കൊണ്ടുപോകാം. പിന്നെ മണ്ണിന്റെ കെമിക്കൽ അത് മണ്ണിന്റെ പരിശോധന ചെയ്തിട്ട് കെമിക്കൽ പരിശോധന ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളം ഇടണം. പക്ഷെ ജനറൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തെങ്ങിനാവുമ്പോൾ ഒരു 50 കിലോ ജൈവവളം ഇടണം. അതിന് അഡീഷണൽ ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ പറയുമ്പോൾ 2 കിലോ പൊട്ടാസ് മണ്ണിന് പരിശോധന ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത്. അങ്ങനെ ഇല്ലാത്ത ഒരു ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ ആകുമ്പോൾ 2 കിലോ പൊട്ടാസ് 1 കിലോ യൂറിയ റാക്ക് ഫാസ്ഫേറ്റ് 2 കിലോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോറാൻ 100 ഗ്രാം ഇടണം. അതിന്റെ ഒപ്പം തന്നെ ശുപാർശ ഇപ്പൊ മരച്ചീനിക്കും ശുപാർശ ചെയ്യപ്പെട്ടുള്ള ആ വളവും ഇടണം. അതായത് 12 ടൺ ഫാം മെന്യൂർ പിന്നെ രാസവളം അതെല്ലാം ഇടണം. ശുപാർശ ചെയ്തിട്ടുള്ള മണ്ണിന് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒന്ന് ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10,000 ആണെങ്കിൽ ഓപ്പൺ ക്രാപ്പിൽ വരും. പക്ഷേ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 70% ഉള്ള സ്ഥലം ഇടവേള കൃഷിയായിട്ട് നമുക്ക് ഒതുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇങ്ങനെ തെങ്ങ് മരച്ചീനി ഇങ്ങനെ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നമ്മള് പല രീതിയിൽ അതായത് ജൈവ രീതിയിൽ കെമിക്കൽ രീതിയിൽ ചെയ്തപ്പോ 1 ഹെക്ടർ തെങ്ങിൻ തോപ്പിൽ നമ്മൾ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ ഒരു 10 മുതൽ 14 ടണ്ണ് മരച്ചീനി കപ്പ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം നമ്മൾ തെങ്ങും കപ്പയും ഇത് ചെയ്യുമ്പോൾ വരുമാനം 2 ലക്ഷത്തിന് മുകളിൽ 2 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. ഇതേ നമ്മൾ തനിവിളയായിട്ട് ചെയ്യുമ്പോൾ 1 ലക്ഷമേ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വളരെ സിമ്പിൾ. കാരണം ഓൺസ് നമ്മൾ വച്ച് കഴിഞ്ഞെങ്കിൽ ഈസി ആയിട്ട് വരേണ്ട ഒരു ഇത് അതാണ്. പിന്നെ അടുത്ത് ഈ മളയന്റെ അത്ര നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വളപ്രയോഗം തീർച്ചയായിട്ടും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. നല്ല ഒരു ഇതാണ്. നമ്മൾ തുടക്കത്തിലും അതായത് കൃഷി ചെയ്ത തെങ്ങ് ആരംഭ കാലഘട്ടത്തിൽ 5 വർഷത്തിലും പിന്നെ 20 വർഷം കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്ന പൊതുവായ രീതി എന്ന് പറയുമ്പോൾ എങ്ങനെ കൊറോണയിൽ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം ഭാവിക്കുന്നുണ്ട്. പക്ഷെ തെങ്ങിന്റെ കൃഷി വരുമ്പോൾ അത്ര കറക്റ്റായിട്ട് ഭാവിക്കുന്നില്ല. അപ്പോ അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ മതി. കാരണം ഓരോരോ കൃഷിക്കും അതിന്റെ ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം വളം വെള്ളം കിട്ടാൻ വേണ്ടി അതിൽ തമ്മിലുള്ള ഏരിയ കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെയാവുമ്പോൾ പറഞ്ഞപ്പോ 7.5 മീറ്റർ. ഇപ്പൊ ചില സ്ഥലത്തിൽ നമുക്ക് 7.5 മീറ്റർ ഉണ്ടാവില്ല. അപ്പൊ 6 മീറ്റർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആവുമ്പോ ഞാനിപ്പോ 1 ഹെക്ടറിൽ നമുക്ക് ഏകദേശം ഒരു 10,000 ടാപ്പിയൊക്കെ തണ്ട് വയ്ക്കുവാണെങ്കിൽ തെങ്ങിന് ഇടവേളയായിട്ട് 7,000 വെക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ 7.5 മീറ്റർ 8 മീറ്റർ. പക്ഷെ അതേ ഇത് നമുക്ക് ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 70% സ്ഥലമേ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു 6,500 മുതൽ 7,000 വരെ കിട്ടും. പക്ഷെ എന്നിട്ടും നമുക്ക് വില കിട്ടുന്നുണ്ട്. ഇത് പിന്നെ നിങ്ങൾ കടകാരം 2 അടി 6 അടി വിട്ടിട്ട് നമുക്ക് 1 മീറ്റർ 1 മീറ്റർ അല്ലെങ്കിൽ 3 അടി ആ രീതിയിൽ കൂനകൾ ഉണ്ടാക്കിയിട്ട് അതിൽ കപ്പത്തണ്ട് നട്ടിട്ട് ഇപ്പൊ ഈ സമയം ആൾറെഡി കളഞ്ഞെങ്കിലും ഈ സമയത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഏകദേശം അതിനുശേഷം അതിനു മുൻപ് നമുക്ക് കൃത്യമായിട്ട് 1 ഹെക്ടറിൽ നിന്ന് നമുക്ക് ഒരു 12 ടണ്ണ് ചാണകം ഇടണം. പിന്നെ അതിന്റെ ഒപ്പം മറ്റേ ആഷും രാസവളവും നമ്മൾ ഇട്ടിട്ട്
ഒരു 8-9 മാസത്തിൽ നമുക്ക് ഈസി ആയിട്ട് 10 മുതൽ 15 ടൺ കപ്പ കിട്ടാനുള്ള കണ്ടീഷൻ വിത്ത് ലീസ്റ്റ് എഫേർട്ട്. കാരണം ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യാം. അടുത്ത ചോദ്യം ആർച്ചയാണ് ചോദിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ തെങ്ങിന്റെ കായ്ഫലം കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ മലയോര മേഖല എന്ന് പറയുമ്പോൾ മിക്കവാറും തെങ്ങ് കേരളത്തിൽ 3 തരം സോയിൽ ടൈപ്പിലാണ് കൃഷി കൂടുതൽ അളവിൽ കൃഷി ചെയ്യപ്പെട്ടു വരുന്നുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് കോസ്റ്റൽ സാൻഡി സോയിൽ, പൂളിമണ്ണാണ്. പിന്നെ അടുത്തത് നമുക്ക് പറയുമ്പോൾ പശ്ചിമരാശി മണ്ണ്, റെഡ് സാൻഡ് ലോം സോയിൽ. ഈ മലയോര മേഖല മിക്കവാറും ലാറ്ററൈറ്റ് സോയിൽ ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കൃഷി എന്ന് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ടത്. ഒന്ന് വെള്ളം, അടുത്തത് വളം. എങ്ങനെയെങ്കിലും നമ്മൾ വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളമില്ലാതെ കൃഷി ചെയ്യാനാവില്ല. പക്ഷേ വളം അത് നമ്മുടെ ചോയ്സ് ആണ്. ചിലപ്പം കാരണം എങ്ങനെയെങ്കിലും തൈ ഉണ്ടാവും, തൈ പോവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വളം കൊടുക്കുമായിരിക്കും. അതും പ്രത്യേകിച്ച് ഈ മലയോര ഹിൽ ഏരിയ, അതായത് ഇൻലാൻഡ് ഏരിയ നമുക്ക് നോക്കുമ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് കിട്ടുന്ന മഴയളവ് അധികം ആയതുകൊണ്ട് പൊട്ടാസ്യത്തിന്റെ തോത് വളരെ കുറവായിരിക്കും. പിന്നെ മണ്ണൊലിപ്പ് കൊണ്ട് നൈട്രജൻ ഇതെല്ലാം കുറച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതും പ്രത്യേകിച്ച് തെങ്ങ് കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ വളർച്ചയും ഉൽപാദനവും ഒരുമിച്ച് നടക്കുന്ന വർഷം മുഴുവൻ 365 ദിവസം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഒരുമിച്ച് നടക്കുന്ന കൃഷി ആയതുകൊണ്ട് വെറും വെള്ളം മാത്രം കൊടുത്താൽ പോരാ, വളപ്രയോഗം കറക്റ്റായ രീതിയിൽ ചെയ്യണം. അപ്പൊ വളപ്രയോഗം എങ്ങനെ ചെയ്യാൻ, അത് പ്രത്യേകിച്ച് ഈ കൃഷികളാകുമ്പോൾ നൈട്രജൻ ആണ് കൂടുതൽ ഫസ്റ്റ് പ്രിയോറിറ്റി. കാരണം അവിടെ വളർച്ചയാണ് മെയിൻ. അവിടെ ഫസ്റ്റ് നോക്കേണ്ടത് നൈട്രജന്, പിന്നെ അടുത്ത് ഫാസ്ഫറസ്, പിന്നെ പൊട്ടാസ്. പക്ഷെ തെങ്ങിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതലായിട്ട്, അതായത് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള 17 പോഷക മൂലങ്ങളിൽ ഏറ്റവും കൂടുതൽ അളവിൽ ആവശ്യപ്പെടുന്നത് പൊട്ടാസ് ആണ്. പിന്നെ അടുത്ത് നൈട്രജൻ ആണ്, ഫാസ്ഫറസ്, മെഗ്നീഷ്യം, ബോറാൻ എന്നിവയാണ്. പക്ഷേ ഈ നൈട്രജൻ പറയുന്നത് നമ്മൾ ജൈവവളം കൊണ്ട് തന്നെ 100% കൊടുക്കാൻ സാധിക്കും. കാരണം ഈ പയർ വർഗത്തിൽപ്പെട്ട ചെടികൾ നടുമ്പോൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഇത് പിടിച്ച് ചെടിക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ പൊട്ടാസ്, അതായത് നൈട്രജൻ സൈക്കിളിൽ വരും. മുകളിൽ അന്തരീക്ഷത്തിലെ നൈട്രജൻ താഴെ കിട്ടാൻ വൺസ് നമ്മൾ വെറും ലെഗ്യുമിനസ് ക്രോപ്പ് മാത്രം ഇട്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നൈട്രജൻ താഴെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ജൈവവളം, എല്ലാ ജൈവവളങ്ങളും നൈട്രജന്റെ തോത് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഈ പൊട്ടാസ് സൈക്കിളിൽ വരത്തില്ല. പക്ഷേ തെങ്ങിനെ സംബന്ധിച്ചോളം പൊട്ടാസ്യത്തിന്റെ റോളാണ് വളരെ പ്രധാനപ്പെട്ടത്. അതും പ്രത്യേകിച്ച് വരൾച്ച. കാരണം മലയോരം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ഇത് ക്രിട്ടിക്കൽ സമയത്തിൽ വെള്ളം കുറവുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ സമയത്തിൽ നമുക്ക് ഈ പൊട്ടാസ്യത്തിന്റെ റോള് വെറും കൊപ്പറിന്റെ ക്വാളിറ്റി മാത്രമല്ല, ഉത്പാദനം മാത്രമല്ല, വരൾച്ചയെ നേരിടാൻ ഡ്രൗട്ട് റെസിസ്റ്റന്റ് കപ്പാസിറ്റിയും ഈ പൊട്ടാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ നമ്മൾ ഈ ചെടിക്ക് ഇടുന്ന പൊട്ടാഷില് 60 മുതൽ 75% ഈ ഹസ്കും കൊപ്പറയും ഉണ്ടാക്കാനാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന അർത്ഥമെങ്കിൽ പൊട്ടാഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതും പൊട്ടാഷ്യം നമുക്ക് മണ്ണിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇടണം. ഇല്ലെങ്കിൽ ജനറൽ റെക്കമെൻഡേഷൻ ഒരു തെങ്ങിന്, കായ്ഫലം കൊടുക്കുന്ന ഒരു തെങ്ങിന് 2 കിലോ പൊട്ടാസ്, അതും ഞാൻ നേരത്തെ പറഞ്ഞത് 365 ദിവസവും വളർച്ചയും റീപ്രൊഡക്ഷനും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് നമ്മൾ പല തവണകളായിട്ട് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് മഴയെ ആശ്രയിച്ച് തെങ്ങ് കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലമാണെങ്കിൽ 2 തവണയായിട്ട്, അതായത് ഇപ്പൊ ആൾറെഡി ചെയ്തിരിക്കണം നമ്മൾ പറഞ്ഞ ഈ ശുപാർശ ചെയ്തിട്ടുള്ള ഈ വളത്തില് 3-ൽ 1 ഭാഗം ഇപ്പൊ തന്നെ ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ആയിട്ട് കൊടുക്കണം. ബാക്കി 3-ൽ 2 ഭാഗം. അതായത് നമുക്ക് നനയ്ക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ 4 തവണയായിട്ട് കൊടുക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ജൈവവളവും രാസവളവും നമുക്ക് ആഗസ്റ്റ് മാസം ഇടാം. മറ്റേ രാസവളം ഈ പൊട്ടാസും യൂറിയാവും നമുക്ക് 4 തവണയായിട്ട് 3 മാസത്തിന് 1 തവണ നമുക്ക് ഇടണം. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഈർപ്പം. കാരണം വളപ്രയോഗം ചെയ്യുമ്പോൾ ഈർപ്പം മസ്റ്റാണ്. പിന്നെ ഈർപ്പം ഇല്ലാതെ നമ്മൾ വളം കൊടുത്തുകൊണ്ട് അതിനോട് പ്രയോജനം കിട്ടത്തില്ല. നമുക്ക് തെങ്ങിന്റെ ഫുൾ ഇത് ഫലപ്രദം നമുക്ക് കിട്ടണമെങ്കിൽ വളം കറക്റ്റായ രീതിയിൽ ഇടണം, ശരിയായ സമയത്തിൽ ഇടണം, ക്വാണ്ടിറ്റി ഇടണം. പിന്നെ പൊട്ടാഷ്, പിന്നെ അടുത്ത്
നൈട്രജൻ. അപ്പൊ അതിനെ നമ്മൾ ജൈവവളം കൊണ്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. പക്ഷേ പിന്നെ അടുത്ത് ഇന്നോട് ഏറ്റവും തെങ്ങ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത് ഇന്റീരിയർ ഏരിയ ആവട്ടെ അല്ലെങ്കിൽ കടപ്പുറത്താവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബോറാന്റെ കുറവ്. ഈ ബോറാന്റെ കുറവ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മച്ചിങ്ങ പൊളിച്ചൽ. സോ ഫസ്റ്റ് ഏറ്റവും മച്ചിങ്ങ പൊളിച്ചലിൽ ഏറ്റവും പ്രധാന റോൾ വഹിക്കുന്നത് ഈ ബോറാനും പൊട്ടാസും. പിന്നെ ചിലപ്പോൾ നോക്കും നമ്മള് പേട് തേങ്ങ സാധാരണയായിട്ട് റെഗുലറായിട്ട് ചില തേയില് നമുക്ക് പേട് തേങ്ങ കുറവാണെങ്കിൽ അത് ജനറ്റിക്ക പാരമ്പര്യമായിരിക്കും. പക്ഷെ ചിലപ്പം പട്ടിന് ഇതുവരെ നല്ല കായ്ഫലം കൊടുത്തുകൊണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷെ തൊട്ടടുത്ത കാലത്ത് നമുക്ക് പേടുതങ്ങ ആണെങ്കിൽ അപ്പൊ മിക്കവാറും ഈ ബോറാൻ പൊട്ടാസ് കുറവ് കൊണ്ടായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അകത്ത് നോക്കുമ്പോൾ ചിരട്ട ഉണ്ടാവും, തേങ്ങ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തേങ്ങ കൊപ്പറ കുറച്ച് പകുതിയെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷനെല്ലാം നമുക്ക് ഈ ബോറാന്റെ പ്രശ്നമാണ് വിത്ത് പൊട്ടാസ്യം. പിന്നെ ഏറ്റവും നമുക്ക് മോളോട്ട് കാണുമ്പോൾ ഈ പുതിയ ഓലം പറയുമ്പോൾ അത് നമുക്ക് പുറത്ത് വരാൻ ഭയങ്കര അത് ക്രൗൺ ചോക്കിങ് പറയാം, അത് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ലീഫ് വിരിയുന്നില്ല. അപ്പൊ അതിനും ഈ ലക്ഷണം എന്തുകൊണ്ടാണ്? ഈ ബോറാൻ എന്ന് പറയപ്പെടുന്ന സൂക്ഷ്മ മൂലകത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പോ തെങ്ങിനെ സംബന്ധിച്ചോളം 5 പൊട്ടാസ്, നൈട്രജൻ, ബോറാൻ, സിങ്ക്, ചില സ്ഥലത്തിൽ നമ്മൾ മെഗ്നീഷ്യം. പിന്നെ അടുത്ത് ഇന്നൊരു പ്രധാന നമ്മൾ നോക്കേണ്ടത് കേരളത്തില് മണ്ണ് നോക്കുമ്പോൾ മിക്കവാറും നമുക്ക് ഇവിടെ ഹൈ റെയിൻഫാൾ സോൺ ആയതുകൊണ്ട്, അതായത് നമുക്ക് ശരാശരി കേരളത്തിന്റെ ശരാശരി 3000 മില്ലിമീറ്റർ ആണ് മഴ കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടത്തുള്ള മണ്ണ് എല്ലാം അമലാംശമുള്ളതായിരിക്കും, pH 7 താഴെ ആയിരിക്കും. അപ്പൊ pH 7 താഴെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വളം ഇട്ടെങ്കിലും ഈ വളം ചെടി വലിച്ച് എടുക്കാണ് മണ്ണ് അനുവദിക്കില്ല, ഈ pH കുറവ് കൊണ്ട്. അപ്പൊ അതിനു വേണ്ടി അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി റെഗുലറായിട്ട് നമ്മൾ ജൈവവളം ഇടണം. പ്രത്യേകിച്ച് ഒരു നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ വളപ്രയോഗം തുടങ്ങും മുൻപ് മിനിമം ഒരു 15 മുതൽ 30 ദിവസം മുൻപ് 1 കിലോ കുമ്മായം അല്ലെങ്കിൽ 1 കിലോ ഡോളമൈറ്റ് ജസ്റ്റ് വെതറിയിട്ടിട്ട് 15 മുതൽ 30. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടുമ്പോൾ മണ്ണിന്റെ pH വർദ്ധിപ്പിക്കും. ആ കറക്റ്റ് pH-ലുള്ളപ്പോൾ തന്നെ മറ്റു ന്യൂട്രിയൻസ് ഞാൻ പറഞ്ഞ മറ്റു ന്യൂട്രിയൻസിൽ അവൈലബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എത്ര ഇട്ടിട്ടും അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോ ഇട്ട് ഒരു 15-30 ദിവസം കഴിഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ ഇടുവാണെങ്കിൽ ഈസി ആയിട്ട്. സോ വളരെ സിമ്പിൾ. പൊട്ടാസ്, യൂറിയ, ബോറാൻ, മെഗ്നീഷ്യം, സിങ്ക്, ദെൻ രാസവളം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വിത്ത് നമ്മൾ നനയ്ക്കും ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ഒരു തെങ്ങിന് ശരാശരി ആയിട്ട് 150 മുതൽ, കാരണം നമുക്ക് അത് വെസ്റ്റ് കോസ്റ്റ് ആളാവട്ടെ കേരളത്തിൽ കാണപ്പെടുന്ന എല്ലാ വെറൈറ്റിയും ടാലിയണമാകുമ്പോൾ എല്ലാം പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പക്ഷെ അവർ റെഡി ആയിട്ട് ഇരിക്കുവാണ്, നമ്മൾ നോക്കണം. നമ്മൾ നല്ലവണ്ണം വെള്ളവും വളവും കറക്റ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ 150 മുതൽ 200 വരെ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യനോട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നതാണ്. സാധാരണ കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ രാസവളങ്ങളൊക്കെ തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കായില് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര കാലയളവ് വേണ്ടിവരും? അതുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ദീർഘകാല വിളയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തെങ്ങ് ഒരു പ്രത്യേകതയാണ്, യുണീക്കാണ്. വേറെ ഏത് ദീർഘകാല വിളക്ക് ഇല്ലാത്തൊരു പ്രത്യേകത തെങ്ങിനുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഗ്രോത്ത്, വളർച്ച, ഉത്പാദനം, റീപ്രൊഡക്ഷൻ രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു കൃഷി തെങ്ങാണ്. പക്ഷെ നോക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് എല്ലാവർക്കും അറിയാം, പൂങ്കുല വിരിഞ്ഞിട്ട് തേങ്ങായിട്ട് വരാൻ നമുക്ക് എത്ര എല്ലാവരും ഇമ്മ്യൂണിറ്റി ആയിട്ട് പറയും 10 മുതൽ 12 മാസം. മനുഷ്യന് തെങ്ങ് ഒന്നാണ്. അതായത് പൂങ്കുല ഇൻഫ്ലോറസൻസ് ഓപ്പണിംഗ് ടു ഫൈനൽ നമുക്ക് കൊപ്പറ ഉണ്ടാക്കാൻ വേണ്ടിയെങ്കിൽ 10 മുതൽ 12 മാസം വേണ്ടി വരും. ഇളനീരാണെങ്കിൽ 6 മുതൽ 7 മാസം. പക്ഷേ അതിന് മുൻപ് ഈ പട്ടണം ഈ പൂങ്കുല പട്ടണം ഒരു ദിവസം വന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് അങ്ങനെ നോക്കും, പിന്നെ അടുത്ത് കുറച്ച് വലിയതാവും, പിന്നെ ഫ്ലവറിങ് പുറത്തു വരും. പക്ഷെ അതിന് മുൻപ് തന്നെ അകത്തുണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സ്റ്റഡി നോക്കുമ്പോൾ ഒരു തേങ്ങ നമ്മൾ കയ്യിൽ കിട്ടുന്ന വേണ്ടെങ്കിൽ അതിനു വേണ്ടി തെങ്ങ് കൃഷി 36 മുതൽ 44 മാസങ്ങളുടെ അധ്വാനമാണ് നമ്മൾ കയ്യിൽ കിട്ടുന്ന തേങ്ങാന്റെ ഇത്. അപ്പൊ അതിന്റെ അർത്ഥമെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇന്നത്തെ ഞാൻ ഒരു വളം ഇടുന്നെങ്കിൽ അതിന്റെ എഫക്ട് കിട്ടുന്നെങ്കിൽ 3 വർഷം കറക്റ്റ്. പക്ഷെ എന്ന് വെച്ചെങ്കിൽ ഈ ഡയറക്റ്റ് എഫക്ട് ഇൻഡയറക്റ്റ് എഫക്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. കാരണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പൊട്ടാസോ നൈട്രജനോ ഇടുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇല പച്ചാവും.
പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ മൂന്ന് വർഷം മുതൽ 36 മുതൽ 44 മാസം. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിൽ പറയാറുണ്ട് നമ്മള് തെങ്ങും തെങ്ങ് കൃഷിയും സർവകല യൂണിവേഴ്സിറ്റിയും, അത് പ്രത്യേകിച്ച് PSC അഗ്രികൾച്ചർ ആവട്ടെ BE എഞ്ചിനീയറിംഗ് ആവട്ടെ, രണ്ടും ഒന്നാണ്. എങ്ങനെയാണെങ്കിൽ തെങ്ങ് കൃഷിയും BSc അഗ്രി ആവട്ടെ 4 വർഷം, എഞ്ചിനീയറിംഗ് 4 വർഷം, തെങ്ങും ആൾമോസ്റ്റ് 4 വർഷമാണ്. പക്ഷേ അവിടെ നമ്മൾ പാസ്സാവാൻ വേണ്ടി ഓരോ വർഷം 2 സെമസ്റ്റർ ഉണ്ട്, 8 സെമസ്റ്റർ ഉണ്ട്. അവിടെ ഒരു സെമസ്റ്റർ നമ്മൾ ഫെയിൽ ആണെങ്കിലും പിന്നീട് നമ്മൾ കോമ്പൻസേറ്റ് ആവും. പക്ഷെ ഇവിടെ അങ്ങനല്ല. നമ്മൾ വൺസ് ഈ 36 മാസത്തിൽ 44 മാസം എല്ലാ സമയത്തിലും നമുക്ക് വളവും വെള്ളവും കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ്. സപ്പോസ് ആ പർട്ടിക്കുലർ ടൈത്തിൽ മിസ്സായെങ്കിൽ അത് പോയത്. ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ സ്ട്രെസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ തെങ്ങ് തന്നെ സാധാരണമായിട്ട് കിട്ടേണ്ട, നമ്മൾ എത്രത്തോളം നന്നായിട്ട് നോക്കുന്നുണ്ടോ അത്രത്തോളം അതും കൃത്യമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജൈവവളം പ്രശ്നമല്ല. കാരണം ഒരു പ്രാവശ്യം ജൈവവളം ഇട്ടെങ്കിൽ അത് മിനിമം 6 മാസം വരെ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ വർഷത്തിന് ഒരു തവണ ജൈവവളം ഇടാം. പക്ഷെ നമ്മൾ രാസവളം ഇടുവാണെങ്കിൽ അത് പല തവണകളായിട്ട് ചെയ്യുമെങ്കിലും നല്ലതാണ്. മിനിമം അതായത് വെള്ളം, പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ നനച്ചും കൊടുക്കണം. അപ്പോൾ കാലവർഷം മിക്കവാറും നമുക്ക് മെയ് മാസം തുടങ്ങിയിട്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ മെജോറിറ്റി തീരും. അപ്പോൾ മഴയെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന കൃഷി തെങ്ങാണെങ്കിൽ വർഷത്തിന് 2 തവണ. പക്ഷെ നനയ്ക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ വർഷത്തിന് 4 തവണ. പക്ഷെ അടുത്ത സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, ഇതിന്റെ ചെലവ്. പക്ഷെ പ്രശ്നമില്ല, കാരണം ജൈവവളത്തിന് മാത്രമാണ് നമ്മൾ തടം തുറന്നിട്ട് ഫുള്ളായിട്ട് അത് ഒരു തവണ ഇട്ടാൽ മതി. ഇത് രാസവളം ആകുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. സോ അത് നോക്കേണ്ടതാണ്. പിന്നെ പറ്റുവാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കാരണം കേരളത്തിൽ ഇറിഗേഷൻ പറയുമ്പോൾ തന്നെ കുറെ വർഷം മുമ്പ് ആൾക്കാർക്ക് അത്ര ഒരു ഇതില്ല. പക്ഷെ ഇപ്പോ അതിന്റെ എഫക്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇറിഗേഷൻ പറയുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ വളപ്രയോഗവും ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ കൂടെ നമുക്ക് നടത്താം. കാരണം പൊട്ടാസും യൂറിയവും 100% നമുക്ക് വെള്ളത്തിൽ തന്നെ ലയിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ പറഞ്ഞത് പൊട്ടാസ്, നൈട്രജൻ, ഫാസ്ഫറസ്, ബോറാൻ, മാഗ്നീഷ്യം, സിങ്ക്. പക്ഷെ ഫാസ്ഫറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ മണ്ണില് അമലാംശമായതുകൊണ്ട് നമ്മുടെ മണ്ണിൽ 20 ppm മുകളിൽ അത് മണ്ണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 20 ppm മുകളിൽ ഉണ്ടെങ്കിൽ ഫാസ്ഫറസ് വളം ഇടേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ ഫാസ്ഫറസ് വളം അധികം ഇട്ടെങ്കിൽ അത് മറ്റു വളത്തിന്റെ വലിക്കാനുള്ള ഇത് തടസ്സമാണ്. അതുകൊണ്ട് ഫാസ്ഫറസ് ഞാൻ പറയുന്നത് മണ്ണ് പരിശോധന ചെയ്തിട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ 2-3 വർഷത്തിന് ഒരു പ്രാവശ്യം ഈ ഫാസ്ഫറസ് ഇട്ടാൽ മതി. അതും പ്രത്യേകിച്ച് ഫാസ്ഫറസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ അമിലാംശമുള്ള മണ്ണായതുകൊണ്ട് റാക്ക് ഫോസ്ഫേറ്റ് ഇട്ടാൽ മതി. സോ അപ്പൊ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ മുഖാന്തരം ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ യൂറിയ, പൊട്ടാസ് ഈ രണ്ടും നമുക്ക് വെള്ളത്തിന് മുഖാന്തരം കൊടുക്കാൻ സാധിക്കും 7-8 തവണയായിട്ട്. അപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് വളപ്രയോഗം. ഞാനിപ്പോ ചോദ്യം ചോദിച്ചത് ഇന്റീരിയർ ഏരിയയിൽ എങ്ങനെ വളപ്രയോഗം ചെയ്യുവാണെങ്കിലും, പക്ഷെ പ്രിൻസിപ്പിൾ എല്ലാം ഉണ്ട് തന്നെ. കാരണം വിസപ്പും എല്ലാവർക്കും ഒന്നാണ്, അതുപോലെ തെങ്ങിന് അങ്ങനെയാണ്. പക്ഷെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നേരെ ഞാൻ പറഞ്ഞ മാതിരി വളപ്രയോഗം ചെയ്യണം. അതും പരിശോധന ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ബെസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, തെങ്ങിന്റെ ഇടവിളയായി ചെയ്യാൻ കഴിയുന്ന വിളകൾ ഏതൊക്കെയാണ്? ഒരു ചോദ്യം കൂടെ ഉണ്ട്, തെങ്ങിൽ കുരുമുളക് വള്ളി പടർത്തിയുള്ള കൃഷി തെങ്ങിനെ ദോഷകരമായി ബാധിക്കുമോ? നേരത്തെ പറഞ്ഞ മാതിരി ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ജോയിന്റ് ഫാമിലി ആയിട്ട്. പക്ഷെ നമുക്ക് താങ്ക്സ് ടു കൊറോണ എല്ലാവർക്കും 2-3 മാസമായിട്ട് ഒരു ജോയിന്റ് ഫാമിലിയോട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ അതിന്റെ എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എത്ര ജോയിന്റ് ഫാമിലി ഉണ്ടെങ്കിൽ എത്ര നമുക്ക് ബെനിഫിറ്റ്. അതുപോലെ തന്നെ തെങ്ങും തനി വിളയായിട്ടാവുമ്പോൾ അത്ര എഫക്ട്, അതിന്റെ ഫുൾ എഫക്ട് വരത്തില്ല. ഒരു കൂട്ടുകുടുംബമായിട്ട് ഇടവിളയായിട്ട് ഉള്ളപ്പോൾ തന്നെ നന്നായിട്ട് വരും. പക്ഷെ ഇടവിളയാകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏത് കൃഷിയാവട്ടെ, കൃഷി എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: മണ്ണ്, വെള്ളം,
വെള്ളം, വളം, പിന്നെ പ്രത്യേകിച്ച് സൂര്യപ്രകാശം. കാരണം വെള്ളം നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാം, വളവും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. പക്ഷെ സൂര്യപ്രകാശം നമ്മൾ മാനേജ് ചെയ്യാനാവില്ല. പക്ഷെ തെങ്ങ് അതിനും നമുക്ക് സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഇടവല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി തെങ്ങാണ്. കാരണം ഇത് തന്നെ അങ്ങനെ തന്നെ എങ്ങനെ നമ്മുടെ തെങ്ങിന്റെ നേരത്തെ പറഞ്ഞ തെങ്ങിന്റെ വേര് പടണം. മെജോറിറ്റി വേരുകള് 6 അടി ചുറ്റലുകളാണ് ഉള്ളത്. അതായത് നമ്മൾ 8 മീറ്റർ 25 മുതൽ 26 അടി എന്ന രീതിയിൽ 2 തെങ്ങിൻ തമ്മിൽ സമചതുരം എന്ന രീതിയിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ തുടക്കത്തിൽ, കാരണം തെങ്ങ് നടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 100% സൂര്യപ്രകാശം കിട്ടാൻ സാധ്യതയുണ്ട്. 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, ഈ 4ാമത്തെ വർഷം ആകുമ്പോൾ 2 തെങ്ങിൻ തമ്മിൽ ഇത് ഓല, കാരണം ഒരു തെങ്ങിന്റെ എന്തുകൊണ്ടാണ് 8 മീറ്റർ എന്ന് പറയുന്നുണ്ട്, ഒരു തെങ്ങിൻ ഇലയുടെ ലെങ്ത് നോക്കുമ്പോ 3.5 മുതൽ 4.5 മീറ്റർ വരെ. അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് വീണ്ടും പറയണം, നമ്മൾ മറ്റേതിലെല്ലാം സോഷ്യൽ ബിറ്റ്സ് കറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ സക്സസ് ആക്കി. പക്ഷെ തെങ്ങിന് നോക്കുമ്പോ 2 തെങ്ങിനുള്ള ആ സോഷ്യൽ ബിറ്റ്സ് നോക്കുമ്പോ 3.5 ആകുമ്പോ ചുരുങ്ങിയത് 7.5 മീറ്റർ മുതൽ 8 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വേണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ആദ്യത്തെ 5 വർഷം താഴെ സൂര്യപ്രകാശം കിട്ടും. 5 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 തെങ്ങിലുള്ളത് ആ ഹൈറ്റ് കുറവായത് കൊണ്ട് എല്ലാം മുട്ടിയിട്ട് രാവിലത്തെ കിട്ടുന്ന സൂര്യപ്രകാശം താഴെ എത്തില്ല. ഉച്ചയ്ക്ക് 11 മുതൽ 1 മണിക്ക് ഉള്ള സൂര്യപ്രകാശം മാത്രമാണ് എത്തും. പക്ഷെ അത് കൃഷി രീതിയിൽ അത്ര ഫലപ്രദമായിട്ടുള്ള സൂര്യപ്രകാശം നമുക്ക് കിട്ടേണ്ടത് രാവിലെ 6 മണി മുതൽ 11 മണി വരെ കിട്ടുന്നത്. അപ്പോൾ ആ 2ാമത് കാലഘട്ടത്തിൽ, അതായത് 5 മുതൽ 20 വർഷം, 20 വർഷം പറയുമ്പോൾ ഈ തെങ്ങിന്റെ ഹൈറ്റ് ഇങ്ങനെ കുറച്ച് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യപ്രകാശം ഇങ്ങനെ ചരിവായിട്ട് താഴെ എത്താൻ സാധിക്കും. അപ്പോ എങ്ങനെ മനുഷ്യന്റെ ജീവിതം 3 കാലഘട്ടമായി, തെങ്ങും മനുഷ്യനും ഒന്നാണ്. നമ്മുടെ ജീവിതം 3 കാലഘട്ടമാണ്. അതുപോലെ തന്നെ തെങ്ങിന്റെ കാലഘട്ടം 3 കാലഘട്ടമായിട്ട് നമ്മൾ താഴെ കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെങ്ങിന്റെ ജീവിതത്തെ 3 കാലഘട്ടമായിട്ട് പിരിക്കാം. ഫസ്റ്റ് 100% സൂര്യപ്രകാശം, അതായത് 100 മുതൽ ഒരു 50 മുതൽ 100% വരെ സൂര്യപ്രകാശം കിട്ടുന്നത് ആദ്യത്തെ 5 വർഷങ്ങൾ. പിന്നെ അടുത്ത 5 മുതൽ 20 വർഷം നമുക്ക് നോക്കുമ്പോൾ താഴെ കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറവായിരിക്കും. പിന്നെ 20 വർഷം കഴിഞ്ഞിട്ട് സൂര്യപ്രകാശം കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം പറയുവാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഏത് കൃഷി, നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണുക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് കൃഷിയും നമുക്ക്, തെങ്ങിന് ഒരു അബ്ജക്ഷൻ ഇല്ല. ഒരേ ഒരു അബ്ജക്ഷൻ പറയണമെങ്കിൽ അവർക്ക് വേണ്ടിയ സ്ഥലം ആ 6 അടി ചുറ്റളവിൽ ഇടരുത്. പക്ഷെ അതിന് കൂടെ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ 6 അടി ചുറ്റളവിൽ നമ്മൾ ചീര ഇതെല്ലാം ഇടാം. പക്ഷെ നോക്കേണ്ടത്, അപ്പൊ ചീര ബേസിൽ ഇടുമ്പോൾ അതിനു വേണ്ടിയുള്ള വളപ്രയോഗം ചെയ്തിരിക്കണം. അതിന്റെ ആഹാരവും തെങ്ങിന്റെ ആഹാരം കൊടുത്തെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പിന്നെ അടുത്ത 2ാമത്തെ കാലഘട്ടത്തിൽ നമുക്ക് പൊതുവെ, കാരണം സൂര്യപ്രകാശം കിട്ടുന്നത് കുറവായതുകൊണ്ട് പൊതുവെ നമ്മൾ ഇടവള കൃഷി റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫാഡർ ഗ്രാസ്, തീറ്റപ്പുല്ല്, മറ്റ് ചില മെഡിസിനൽ പ്ലാന്റ്സ്, കാരണം അവർക്ക് ആ ചെടികൾക്ക് സ്വാഭാവികമായിട്ട് തണൽ ആവശ്യപ്പെടും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് തീറ്റപ്പുല്ലാവട്ടെ മെഡിസിനൽ പ്ലാന്റ്സും നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാം. 20 വർഷം കഴിഞ്ഞിട്ട് ഏത് കൃഷിയും ചെയ്യാം, അത് ദീർഘകാലയാവട്ടെ കൃഷിവാളയാവട്ടെ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ്, തലപ്പാടി, നമ്മൾക്ക് മംഗളൂർ, നമുക്ക് കേരള ബാർഡർ നോക്കുമ്പോൾ, വടക്കൻ ജില്ലയിൽ നോക്കുമ്പോൾ പൊതുവായിട്ട് ഒരു 7.5 മീറ്റർ ആ രീതിയിൽ സ്പേസിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നം എന്താണ്, എല്ലാം ഹോം സ്റ്റേറ്റ് ആണ്. ഈ പറയുന്ന സോഴ്സ് നമുക്ക് ഡിസ്റ്റൻസ് ഭാവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ എങ്ങനെ ചെയ്യാൻ, ഉള്ള കണ്ടീഷൻ തന്നെ നിങ്ങള്, കാരണം കൃഷി എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം, കൃഷി എന്ന് പറഞ്ഞ ഒറ്റ വരെ നമുക്ക് ഡെഫിനിഷൻ പറയുന്നത് എന്താണ്, സൂര്യപ്രകാശത്തെ വിളവെടുപ്പ് നടത്തുന്നതാണ് കൃഷി. അപ്പൊ സൂര്യപ്രകാശം ഇല്ലാതെ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ഹോം സെറ്റ് ആവട്ടെ ഏതാവട്ടെ, നിങ്ങൾ ഇടുന്ന എല്ലാ കൃഷിക്കും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നട്ടെങ്കിൽ മാത്രമേ നമ്മുടെ അധ്വാനം, നമ്മൾ ഇടുന്ന വളം, വെള്ളം ഫലപ്രദമായിട്ട് കിട്ടും. അല്ലെങ്കിൽ എല്ലാം വേസ്റ്റ് ആയിട്ട് പോകും.
അപ്പൊ അതിന് നമ്മൾ കാര്യം നോക്കണം. അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ചെടി വാങ്ങി വെച്ച് വയ്ക്കാം, അങ്ങനെ പാടില്ല. ഏത് ചെടി, കാരണം അതുകൊണ്ടാണ് ഹോം സ്റ്റേ ഫാമിങ്ങിന് വരുമ്പോൾ, കാരണം സ്പേസിങ് ഞാൻ പറഞ്ഞ 7.5 മീറ്റർ ഉണ്ടായിട്ടുണ്ടാവില്ല, അവിടെ ചിലപ്പം 7 മീറ്റർ ആവും, ചിലപ്പം 6.5 മീറ്റർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഏത് കൃഷി ചെയ്യാൻ, അവിടെയും ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ 6 അടി ചുറ്റളവിൽ ഇതില്ല. പക്ഷെ ഇന്നൊരു കാര്യമുണ്ട്, ആ 6 അടി ചുറ്റളവ് നമുക്ക് ചെയ്യാൻ എന്താ പ്രശ്നമുണ്ട്? കാരണം തെങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വർഷം മുഴുവന് കായ്ക്കുന്ന ഇതാണ്. അപ്പോൾ 2 മാസം ശരിക്കും പറഞ്ഞാൽ 45 ദിവസത്തിന് ഒരു പ്രാവശ്യം നമ്മൾ കായ് പറിക്കണം. ഈവൻ ചിലപ്പോൾ കായ് പറിഞ്ഞെങ്കിൽ തന്നെ കായ് വീഴാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ തടത്തിൽ തന്നെ നമുക്ക് വളവും വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തടത്തിൽ ചെയ്യുമ്പോൾ ചിലപ്പം ആ ചെടി നശിപ്പിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തെങ്ങിൻ തടത്തിൽ നമ്മൾ വളവും വെള്ളവും കൊടുക്കുവാണെങ്കിൽ തന്റെ ജീവിതത്തെ 30 മുതൽ 45 ദിവസം നിങ്ങൾ ഫിനിഷ് ആക്കുന്ന കൃഷി വേണമെങ്കിൽ തെങ്ങിൻ തടത്തിൽ ചെയ്യാം. പക്ഷേ ആ ചെടിക്ക് വേണ്ടിയ വളപ്രയോഗം തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അടുത്ത് ഇന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, പെപ്പർ. അതെ, പെപ്പർ. ഞാൻ പറഞ്ഞത് തെങ്ങും പെപ്പറും അമ്മയും മകളും ടൈപ്പാണ്. അത്ര ഇതാണ് ബെസ്റ്റ് സാധനമാണ്. പെപ്പർ ഇടുന്നത് കൊണ്ട് തെങ്ങിന്റെ ഉൽപാദനം കുറയത്തില്ല. ഇത് നമ്മൾ CPCRL കോക്കനട്ട് ബേസ്ഡ് ഹൈ ഡെൻസിറ്റി മൾട്ടി സ്പീസീസ് ക്രാപ്പിംഗ് സിസ്റ്റത്തിൻ്റെത് ഒരു 35 വർഷത്തിൻ്റെത് നമ്മൾ നോക്കി. ഇങ്ങനെ നിങ്ങള് ശരാശരിയായിട്ട് ഒരു പെപ്പർ വാങ്ങുന്നത് നമുക്ക് 3 കിലോ ഉണങ്ങിയ കുരുമുളക് കിട്ടുന്നുണ്ട്. ജൈവ രീതിയിലാവട്ടെ അല്ലെങ്കിൽ രാസവള മിക്സിംഗ് ഇട്ടായി ചെയ്യുമ്പോൾ 3 കിലോ ഇപ്പൊ റേറ്റ് കുറഞ്ഞാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 300 രൂപയാണ്. പക്ഷെ ഒരു 3 വർഷം 4 വർഷത്തിന് മുൻപ് 600 രൂപ ഉണ്ടായിരുന്നു. സോ ഒരു തൈന് നമുക്ക് 1800. ഈവൻ നമുക്ക് ചെലവ് പോകാൻ നമുക്ക് 1500 ആ കാലഘട്ടത്തിൽ. ഇപ്പം അങ്ങനെ തന്നെ. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ 300 രൂപ ആയെങ്കിലും 3 900, ചെലവ് 800 ആണെങ്കിൽ 700. എത്ര തൈ ഉണ്ട്? 175. ഇത് പെപ്പറിൽ നിന്ന് നമുക്ക് 1,75,000 വരെ കിട്ടും. പിന്നെ തെങ്ങ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ തെങ്ങിന്റെ ആ കുരുമുളക് അങ്ങനെ മുകളിൽ പടരുമ്പോ അതിന്റെ വേരുകൾ ഇതാക്കിയിട്ട് തെങ്ങിന് ദോഷം ഇല്ല. എങ്ങനെ മുകളിൽ അമ്മയെ അടിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഇത് നഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുരുമുളകും തെങ്ങിനും ഒരു പ്രശ്നമില്ല. തെങ്ങിന്റെ ഈൽഡും അഡീഷണലായി കിട്ടും. പെപ്പറിന് ഇത് ബെസ്റ്റ് കമ്പാനിയൻ ക്രാപ്പ് തെങ്ങും കുരുമുളകാണ്. പക്ഷെ നോക്കേണ്ടത് നമുക്ക് ഒരു തെങ്ങിൻ്റെ ആദ്യം ഒരു സെയിം ചെയ്ത് കുരുമുളക് സക്സസ് ആണെങ്കിൽ കുരുമുളകിന്റെ ഇത് നോക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അതായത് തെങ്ങിൻ തണ്ടിൽ നിന്നിട്ട് 1 മീറ്റർ ദൂരത്തിൽ, കാരണം അടുത്താണെങ്കിൽ അവിടെ ഭയങ്കര വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ഏത് സമയത്താണ് നടേണ്ടത്? അറ്റ്ലീസ്റ്റ് പൊക്കം ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുരുമുളക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാനാവില്ല. ഒരു 10-20 വർഷമാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോ ഏകദേശം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6, 7, 8 മീറ്റർ ഹൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പട്ടിണി ചെയ്യാൻ പറ്റൂ. ഒരു 1 മീറ്റർ ഇത് എടുത്തിട്ട് നമുക്ക് ഒരു 1.5 മുതൽ 2 അടി ഇതിൽ ഗോളി എടുത്തിട്ട് നല്ലോണം ചാണകം. കാരണം ഈ കുരുമുളകെ സംബന്ധിച്ചോളം ദുരിതവാട്ടം ഏറ്റവും പ്രശ്നമാണ്. അപ്പൊ അതിന് നമുക്ക് കറക്റ്റായ രീതിയിൽ ആ ഇലകളെ താഴെ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ കുറച്ച് ചെറിയ നമ്മൾ കൈക്കോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ചെറിയ മുറിവുണ്ടെങ്കിലും അത് കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കുരുമുളക് കർഷകർക്ക് പറയാറുണ്ട്, അതും തെങ്ങിൻ തടത്തിൽ കുരുമുളക് കർഷകർ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഈ ട്രാൻസ്ഫോമറിന് അടുത്ത് ഒരു സ്കെൽട്ടൺ വെച്ചിട്ടുണ്ടാവും, ഡാഞ്ചർ. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പ്രത്യേകിച്ച് ആ ഭാഗത്തിൽ നമ്മൾ കൈക്കോട്ട് കൊണ്ട് പണി എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ആ ഭാഗത്തിൽ ഏത് കാരണം കൊണ്ടും ചെറിയ മുറിവുണ്ടെങ്കിലും അത് ബാധിക്കും. പിന്നെ നമ്മളിപ്പോ ഏറ്റവും ജൈവവളത്തോട് വേപ്പർ പിണ്ണാക്ക് വിത്ത് ഡ്രൈക്കോഡെർമ അത് ആദ്യം തൊട്ട് തന്നെ ചെയ്യുമ്പോൾ ഈ ദുരിതവാട്ടത്തിന് അതിന്റെ പ്രശ്നം വരത്തില്ല. പെപ്പറും നന്നായിട്ട് വരും, തെങ്ങും നന്നായിട്ട് വരും, പിന്നെ നമുക്ക് ലാഭവും നന്നായിട്ട് വരും. അടുത്ത ചോദ്യം, തെങ്ങിൽ വരുന്ന പുതിയ പാളകൾ വിരിയാതെ അതേപടി ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി കാണാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? വിരിയാതെ ഉണങ്ങുന്നതാണോ തെങ്ങിന്റെ പൂങ്കോൽ വിരിയാതെ ഉണങ്ങുന്നതാണോ? അതെ അതെ. അതിന്റെ
എന്തായിരിക്കും സർ? നമ്മള് പൊതുവായിട്ടുള്ള പൂങ്കുല അതേപടി കരിയാണെങ്കിൽ ഒന്ന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മള് ചില കീട നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മള് ഈ നീം ഓയിൽ, നമ്മുടെ വേപ്പെണ്ണ അല്ലെങ്കിൽ വേപ്പൻ പിണ്ണാക്കൊക്കെ ഓല കവളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സാന്ദ്രത കൂടി വന്നാൽ ചിലപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറൊന്ന്, ഒന്ന് രണ്ട് രീതിയിലുള്ള ഇൻഫെക്ഷൻ, നമുക്ക് ചില ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള അകത്തുനിന്ന് വരുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊന്നും നോക്കണം. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത്തരത്തില് നമ്മൾ ഉണങ്ങിയിട്ടുള്ള പൂങ്കുല അത് ഏത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കരിച്ചിൽ കാണുന്നത്. ഒന്ന്, ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മൾ ഓലക്കവിളുകളിൽ ഏതെങ്കിലും കീട നിയന്ത്രണത്തിനോ രോഗനിയന്ത്രണത്തിനോ ഈ പറഞ്ഞ വസ്തുക്കൾ നിക്ഷേപിക്കുന്നത് അധികമാകുന്നുള്ളൊരു പ്രശ്നം. അതല്ലെങ്കിൽ ഏതെങ്കിലും അണുബാധമുണ്ട്, ഈ പറഞ്ഞ ഫംഗസ് ബാധ കൊണ്ട് ഉള്ള ഇൻഫെക്ഷനും ആകാം. സാർ, ഇവിടെ സാധാരണയായിട്ട് മീലി ബഗിന്റെ ഒരു ഇൻഫെക്ഷൻ കാണാറുണ്ടല്ലോ, അത് ഇതിന് കാരണമാകില്ലേ? മീലി ബഗ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇതിപ്പോ തുടക്കത്തിൽ തന്നെ മീലി ബഗ്, അതിനിപ്പോ മച്ചിങ് ഒക്കെ ഉണ്ടായതിനു ശേഷമല്ലേ, ഇത് അതിന് മുമ്പ് എന്നല്ല പറഞ്ഞത്. വിരിയുന്നതിന് മുന്നേ ചോദിച്ചോളൂ. അല്ല, ഇത് എങ്ങനെയാണ് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരുമോ? പൂങ്കുല വിരിയുന്നതിന് മുന്നേ ആണോ അതോ വിരിഞ്ഞതിന് ശേഷമാണോ ഈ ഉണങ്ങുന്നത് പോലെയുള്ളത്? കൂമ്പ് മുഴുവനായിട്ട് വിരിയാറില്ല, വിരിയാതെ തന്നെ അത് കരിഞ്ഞു പോകും. അല്ല, നീരൂറ്റി കുടിക്കുന്ന ഏതെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഏതാണെന്ന് മച്ചിങ് വന്നിട്ടാണോ? അറ്റാക്ക് ഉള്ള കൊലകൾ സാധാരണ വെട്ടിക്കളയാതെ തെങ്ങിൽ തന്നെ നിർത്തുകയാണെങ്കിൽ അടുത്ത് വരുന്ന കൊലകൾക്കും ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കണ്ടുവരാറുണ്ട്. അതാവാൻ വഴിയില്ലേ? അല്ല, ഇൻഫ്ലോറസൻസ് സാധാരണ പൂങ്കുലയിൽ വരുന്നത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫീമെയിൽ ഫ്ലവേഴ്സ്, അതായത് പെൺപൂക്കളിൽ തുറക്കുന്ന ഒരു പുഴു ഉണ്ടാവും. അതൊരു ഇൻഫ്ലോറസൻസ് വരുന്ന ഒരു കീടബാധയാണ്. അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പശ പോലെ ഒരു പദാർത്ഥം ഉണ്ടായിട്ട് ആൺ പൂക്കളെല്ലാം കൂടെ ഉണങ്ങി പറ്റിയ പോലെ ഇരിക്കും. അതൊരു ഇൻഫ്ലോറസൻസിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ പൂങ്കുല കരിച്ചിൽ എന്ന് പറയുന്നത് കറുത്തിരിക്കും, കറുത്ത് വരുന്നത് റൂട്ട് ഫിൽ ഡിസീസിന്റെ ഒരു സിംറ്റം ആയിട്ട് പറയുന്നുണ്ട്. അതായത് പൂങ്കുലയുടെ കാറ്റുവീഴ്ച രോഗത്തിന്റെ ഒരു സിംറ്റമാണ്. അതായത് പൂങ്കുല വിരിഞ്ഞ പൂങ്കുലയുടെ അറ്റമൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഇരിക്കുന്ന പോലെ ഉണ്ടാവും. അത് ഒരു രോഗത്തിന്റെ, അതായത് കാറ്റുവീഴ്ചയുടെ ലക്ഷണമാണ്. ഇതല്ലാതെ പിന്നെ മീലി ബഗ്സ്, അതായത് വെളുത്ത നിറത്തിലുള്ള, അത് കൃഷിക്കാർ കണ്ടാൽ തന്നെ മനസ്സിലാവും. മീലി ബഗ്സ് പോലുള്ള ഒരു മൈനർ പെസ്റ്റ് ആണ്, അത് പൂങ്കുലയിൽ വരുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ വരുന്നത് എന്തെന്ന് വെച്ചാല് കൊമ്പൻ ചെല്ലിയൊക്കെ ചിലപ്പം പൂങ്കുല വിരിയുന്നതിന് മുന്നേ തുറക്കും. അത് വളരെ റെയറായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അല്ലാതെ വിരിയുന്നതിന് മുന്നേ കരിയുന്നത് എനിക്ക് അത് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ചിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ തപ്പാൻ സാർ പറഞ്ഞതുപോലെ ഓലക്കവളിൽ വെക്കുന്ന റിപ്പല്ലൻസ് അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള കരിച്ചിൽ പോലുള്ള സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഫോട്ടോ അയച്ചു തരാം. അത് അപ്പം അങ്ങനെ ചെയ്യാം. അതിന്റെ ഫോട്ടോ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നാൽ അതെ, ശരിയായ രീതിയിൽ. അടുത്ത ചോദ്യം കൊല്ലത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൈവ വളമിട്ടാലും തെങ്ങ് വലിച്ചെടുക്കുന്നത് അത് രാസഘടകങ്ങളായി മാറിയതിന് ശേഷമല്ലേ? അതിന് കൂടുതൽ സമയമെടുക്കില്ലേ? അതുകൊണ്ട് രാസവളം പ്രയോഗിക്കുന്നതല്ലേ നല്ലത്? ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതായത് ഈ ജൈവവളത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് 3 ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് മണ്ണിന്റെ ഘടന, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യും. കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ചെടിക്ക് ആവശ്യമായിട്ടുള്ള 17 പോഷകമൂലങ്ങളിൽ കൂടിയതിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞ തോതിലും എല്ലാ മൂലങ്ങളും ഒരുമിച്ച് കിട്ടുന്നത് ഈ ജൈവവളമാണ്. മൂന്നാമത്തേത്, ഈ മണ്ണിൽ നമുക്ക് സൂക്ഷ്മ ജീവാണുക്കളില്ല, അതിന്റെ വളർച്ചയുടെ സപ്പോർട്ടിന് വേണ്ടി ഈ ജൈവവളം പ്രധാന പങ്ക് വഹിക്കുന്നത്. പക്ഷെ അതേ നമ്മൾ രാസവളമാകുമ്പോൾ അതിന്റെ റോൾ എന്താണ്? ഒൺലി കെമിസ്ട്രി. അതും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് യൂറിയ ഇടുവാണെങ്കിൽ നൈട്രജൻ മാത്രം, പൊട്ടാസ് ആണെങ്കിൽ പൊട്ടാസ്യം മാത്രം, ബോറാൻ. അങ്ങനെ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് മാക്സിമം 3 കോംപ്ലക്സ് ആകുമ്പോൾ 3 ആവാം.
പക്ഷെ 17 കിട്ടുന്നത് ജൈവവളമാണ്. പിന്നെ അടുത്ത് ഇത് ഈ ജൈവവളം ഇടുമ്പോൾ എന്ന് വെച്ചെങ്കിൽ സപ്പോർട്ടായിട്ട് നമുക്ക്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ജൈവവളത്തില് പൊട്ടാസ്യത്തിന്റെ തോത് വളരെ കുറഞ്ഞു. തെങ്ങിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്ന ജൈവവളം പൊട്ടാഷാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ ഇടുന്ന ജൈവവളത്തിന്റെ തോത് അനുസരിച്ചിട്ട് അതിന്റെ കണ്ടീഷൻ എങ്ങനെ, അത് ഏത് ടൈപ്പിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മണ്ണിന്റെ പരിശോധന ചെയ്തിട്ട് അതിന് ബേസിൽ നമ്മൾ ജൈവവളം ഇടണം, രാസവളം ഇടാം. പക്ഷെ രാസവളത്തിന് ഒരു പ്രത്യേകം വരുമ്പോൾ പെട്ടെന്ന്, അതായത് അതിന്റെ മാക്സിമം 15-20 ദിവസത്തിൽ ഇതിനാവും. പക്ഷെ ഇത് ജൈവവളമാകുമ്പോൾ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട്. അപ്പോ രാസവളം എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ഒരു നമുക്കൊരു 8 മണിയിൽ കുറിഞ്ഞ കാലഘട്ടത്തിൽ മാത്രം അതിന്റെ വളം പറയുമ്പോൾ ഒരു വളരെ സ്കോപ്പിന് ഒരു കുറവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടും നമുക്ക് ജൈവം രാസവളം രണ്ടും ഒരു ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് ചെയ്യുവാണെങ്കിൽ അത് ചെടിക്കും നല്ലത്, നമുക്ക് വരുമാനത്തെ വർദ്ധിപ്പിക്കണം, പിന്നെ സുസ്ഥിരമായിട്ട് സസ്റ്റൈനബിൾ പോയിന്റ് ഓഫ് ലോങ് ടേം പോയിന്റ് ഓഫ് നമുക്ക് ഹെൽപ്പ് ആകും. സർ, അടുത്ത ചോദ്യം, തെങ്ങുമായി ബന്ധപ്പെട്ട മാർക്കറ്റിൽ ലഭ്യമായ പുതിയ ഉൽപ്പന്നങ്ങളെ പറ്റിയും അവയുടെ വ്യവസായ സാധ്യതകളെ പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ അവസാനം പറയും പ്രോഡക്ട്സിനെ പറ്റി പുതിയ പ്രോഡക്ട്സ്. വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം നാളികേരത്തിൽ എന്നുള്ള വിഷയം എന്ന് പറഞ്ഞാല് ഇപ്പം മാർക്കറ്റിൽ തന്നെ ഒത്തിരി പുതിയ പുതിയ പ്രോഡക്ട്സുകൾ വരുന്നുണ്ട്. അതുകൂടാണ്ട് പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ പോലുള്ള പ്രൊഡക്ട്സുകളും ഉണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണയുടെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ നാളികേര ചാനലിൽ ഈ മാസത്തെ ഒരു ആർട്ടിക്കിൾ വായിക്കാണ്ടായി. നമ്മളിപ്പോ വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും ഉണ്ട് താനും. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഇവിടുത്തെ എക്സ്പോർട്ട്, ഇന്ത്യൻ എക്സ്പോർട്ട് വെറും 0.5% താഴെയാണ്, 0.5%-നേക്കാളും കുറവാണ്. അപ്പൊ ഇപ്പോഴും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ലെവൽ പ്രൊഡക്ഷൻ ആണ് നമുക്കിവിടെ ആവശ്യം. പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ എമർജിങ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇപ്പം എല്ലാ ഇതിലും വരുന്ന ഒത്തിരി നമുക്കിപ്പോ ഇവിടെ കോൾസ് ഒക്കെ വരാറുണ്ട്. ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, അങ്ങനെ പല പേരുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിലിന് ഭയങ്കര ഇന്റേണൽ ആയാലും എക്സ്പോർട്ട് മാർക്കറ്റിലും നല്ല ഡിമാൻഡ് ഉണ്ട്. ഒത്തിരി നമുക്ക് ചെറുകിട സംരംഭകർക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. പലരും നമുക്കിവിടെ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട് താനും. പിന്നെ അതുകൂടാണ്ട് കോക്കനട്ട് മിൽക്ക് പാക്കേജ്ഡ് കോക്കനട്ട് മിൽക്ക് ഇപ്പോഴും നമ്മുടെ ഇവിടെ വളരെ ചുരുങ്ങിയ ബ്രാൻഡ്സേ ഉള്ളൂ. അത് ഇപ്പൊ തായ്ലാന്റ് പോലുള്ള സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. നമുക്കിവിടെ ടെക്നോളജികളും പിന്നെ മാർക്കറ്റിംഗ് സൈഡ് മെയിൻലി വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ മാർക്കറ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അവലോകനം ആൾക്കാർക്കില്ല. മെയിൻലി ഇപ്പോഴാണ് ആൾക്കാർ കോക്കനട്ട് ഓയിലിന്റെ ഇപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഡെയിലി ഫോൺ കോൾസ് വരും. ഇപ്പൊ കുറച്ച് ഈ കോവിഡ് കാലങ്ങളും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡെയിലി ഒരു ഫോണെങ്കിലും വരാറുണ്ട് ഇപ്പൊ. അപ്പൊ മെയിൻലി ഈ ഒരു ഗുണകരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലിന്റെ ഇനി വരുന്ന കാലത്തിൽ എന്തായാലും കോക്കനട്ട് ഓയിലും വെർജിൻ കോക്കനട്ട് ഓയിലിനുള്ള ഡിമാൻഡ് എന്തായാലും കൂടും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ. പിന്നെ അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് താനും. എന്നാൽ നമ്മള് CPCRIയിൽ ഞങ്ങൾ എന്തൊക്കെ ടെക്നോളജികളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ കുളിപ്പിച്ചെടുക്കുന്ന ഫെർമെന്റേഷൻ രീതിയും ചൂടാക്കി എടുക്കുന്ന രീതി, അങ്ങനത്തെ 2 ടെക്നോളജികൾ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ ട്രെയിനിങ്ങും കൊടുക്കാറുണ്ട്. അതുകൂടാണ് കോക്കനട്ട് ചിപ്സ് പണ്ടേയുള്ള പ്രോഡക്റ്റ് ആണ്. എന്നിരുന്നാൽ കൂടി ഇപ്പോഴും മാർക്കറ്റിൽ ഒത്തിരി പോപ്പുലാരിറ്റി വരേണ്ടിയിരുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. പിന്നെ അതുകൂടാണ് നമ്മൾ പിന്നെ ഒരു നല്ലൊരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കോക്കനട്ട് എന്ത് സോഴ്സാണ് കോക്കനട്ട് മിൽക്കോ തേങ്ങാപ്പാലായാലോ തേങ്ങയായിട്ടോ ഡയറി ഇൻഡസ്ട്രിയിലോട്ട് പോകുന്ന ഒരു ട്രെൻഡ് മറ്റ് രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കുറവാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്കൊരു നാളൊരു കാലത്ത് ഒരു ഐസ്ക്രീമിലോ അല്ലെങ്കിൽ ഒരു യോഗട്ട് അമ്മാതിരി പ്രൊഡക്റ്റില് കോക്കനട്ട് മിൽക്കിന്റെ
അത് കംപ്ലീറ്റ് ഡയറി ഫ്രീ ആക്കിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ വരണം. അതിനായിട്ട് നമുക്കൊരു ഇവിടെ ഒരു ഫ്രോസൺ ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രോസൺ ഡെലിക്കസി യൂണിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഐസ്ക്രീം പ്ലാന്റ് ഉണ്ട്. ഫുൾ തേങ്ങ പാലിൽ നിന്നാണ് ഞങ്ങളത് ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് ഒരു മെയിൻ ഏരിയ ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഡയറി ഇൻഡസ്ട്രിയിലോട്ട് കോക്കനട്ട് ഒരു അഡീഷൻ. പിന്നെ കുറെ ലാക്ടോസ് പ്രോബ്ലം ഒക്കെ ഉള്ള കുറെ ആൾക്കാർ ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഇതൊന്ന്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇപ്പം ഈ കൺവീനിയൻസ് ഫുഡ് എന്ന് പറയും, അതായത് എളുപ്പത്തിൽ ഇപ്പൊ വർക്കിംഗ് ലേഡീസ് ആയാലും ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ നമുക്ക് പെട്ടെന്നുള്ള പാസ്ത, കുർക്കുറെ പോലത്തെ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട്. അതുപോലത്തെ പ്രോഡക്ട്സ് ഓൾറെഡി ഈ വീറ്റിലും മില്ലറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് തേങ്ങ, പാലെടുത്ത് കളഞ്ഞുള്ള പീര, അങ്ങനത്തെ അല്ലെങ്കിൽ തൂൾ തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ നമുക്ക് എക്സ്ട്രൂഡേറ്റ് എന്ന് പറയും. ഈ സ്നാക്സിന് എക്സ്ട്രൂഡേറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒത്തിരി സ്കോപ്പ് ഉണ്ട്. കാരണം ഈ കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും തേങ്ങ പീര ആയാലും തൂൾ തേങ്ങ ആയാലും ഇതിലൊക്കെ നല്ല ഫൈബർ ഉണ്ട്. അപ്പം അതിന്റെ ഒക്കെ ഒരു ആൾക്കാർക്കുള്ള അവലോകനം, നമ്മളൊരു പബ്ലിസിറ്റി ശരിക്കും ഇതിന്റെ കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ആൾക്കാർ അതിനെക്കുറിച്ച്, ഒട്ടുമിക്ക ആൾക്കാരും അതിനെക്കുറിച്ച് നമുക്ക് വലിയ എന്നുവെച്ചാൽ ഇതിനൊക്കെയുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കുറവാണ് ഈ കോക്കനട്ടിന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള. ഇതൊരു പ്രൊഡക്റ്റ്. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ വരുന്ന എന്താണ്, പിന്നെ കോക്കനട്ട് ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നീരെന്ന് ചെയ്തത് ഇപ്പൊ കോക്കനട്ട് പ്രൊഡ്യൂസിങ് കമ്പനികൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. കോക്കനട്ട് ഷുഗറും പുറത്തെ കൺട്രീസ്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യ വേഴ്സസ് ബാക്കിയുള്ള നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ബാക്കി രാജ്യങ്ങളെ എടുത്ത് നോക്കുമ്പോഴത്തേനും അവിടെയൊക്കെ കോക്കനട്ട് ഷുഗറിന് നല്ല ഡിമാൻഡ് കാണുന്നുണ്ട്. അത് അങ്ങനെ നാളൊരു കാലത്ത് വരാവുന്ന പ്രൊഡക്ട്സുകളാണ് ഇതൊക്കെ, ഒരു ഡിമാൻഡ് കൂടുതൽ വരേണ്ടിയിരിക്കുന്ന പ്രൊഡക്ട്സുകളാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ടെക്നോളജികളും ട്രെയിനിങ്ങുകളും നമ്മൾ ഓവറോൾ, പിന്നെ കോക്കനട്ട് എന്താ പറയാ തേങ്ങാപ്പീര ഒക്കെ, ബിസ്ക്കറ്റ്, അങ്ങനത്തെ മറ്റേ ബേക്കറി ഇൻഡസ്ട്രിയിലും അതിനെക്കുറിച്ചുള്ള വർക്കുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓൾറെഡി കുറെ ആൾക്കാർ ചെയ്യുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഏകദേശം. പിന്നെ കുറച്ച് മാർക്കറ്റിങ്ങിന്റെ ഒരു വിശകലനത്തിനായിട്ട് ജയശേഖർ സാർ നമസ്കാരം. പ്രത്യേകിച്ച് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അതല്ലേ ചോദിച്ചത്? അങ്ങനെയല്ലേ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിംഗ് ആണ്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് കേരളത്തില് ആഭ്യന്തര മാർക്കറ്റില് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന് ഒരു നമ്മൾ പറയുന്ന ഒരു എന്താ പറയുന്നത് റൂഡിമെന്ററി സ്റ്റേജ്, അതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒഴിച്ചു കഴിഞ്ഞാൽ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ തന്നെ ഇപ്പോഴും ആഭ്യന്തര മാർക്കറ്റിൽ. അതിലൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്കറിയാം വളരെ ഗുണമേന്മയുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള അമ്മയുടെ പാലിന് തുല്യം എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ മൂലകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സത്യമാണത്. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അതിന് പ്രൈസ് കൂടുതലാണ്. വെർജിൻ കോക്കനട്ടിൽ പ്രോസസ് ചെയ്ത് എടുക്കുമ്പോഴേക്കും സാധാരണ വെളിച്ചെണ്ണ അപേക്ഷിച്ച് 2-3 മടങ്ങ് വരെ വില, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ കൂടുതലാണ്. അപ്പൊ മാർക്കറ്റ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് വില ഉയർത്തി തന്നെ മാർക്കറ്റ് ചെയ്യേണ്ടി വരും ലാഭം കിട്ടണം. പക്ഷെ എന്തുകൊണ്ട് ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു മാർക്കറ്റിൽ പോയി വാങ്ങണം? അതിന് വെളിച്ചെണ്ണയെക്കാളും കൂടുതൽ എന്താണ് ഗുണമേന്മയുള്ളത്? എന്തുകൊണ്ട് അത് വാങ്ങണം? ഈ പ്രൈസ് എന്ത് കൂടുതൽ കൊടുക്കണം? ഇതിനെ പറയുന്നത് ഒരു പൊസിഷനിങ് എന്ന് പറയും. മാർക്കറ്റിംഗിന്റെ ഒരു ടൈം എന്ന് വെച്ചാൽ അത് ഗുണമേന്മ ഉള്ളതാണ്, അതിന് ഇന്നതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത് എന്ന തരത്തില് അത് മനസ്സിലാണ് പൊസിഷൻ ചെയ്യേണ്ടത്. ബ്രെയിനിൽ പൊസിഷൻ ചെയ്യാന്ന് പറയും. ഈ ഒരു പ്രൊഡക്റ്റ് ബ്രെയിനിൽ പൊസിഷൻ ചെയ്യാന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ഇതുവരെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അറിയാവുന്നവരുണ്ട്, ഒരു ചെറിയ സെഗ്മെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് കുറെ കൂടെ വിപുലമായ രീതിയിൽ ഒന്ന് നമുക്ക് അവയർനെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്കോപ്പ് ആഭ്യന്തര ഏറ്റവും നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എക്സ്പോർട്ടിനേക്കാളും ഒക്കെ. പലപ്പോഴും എക്സ്പോർട്ടൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ കോവിഡ് കാലം വന്നു, നമ്മുടെ ട്രേഡ് എല്ലാം സീസ് ചെയ്യപ്പെട്ടു. നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കൺസൈൻമെന്റ്സ് ഒന്നും പോകുന്നുണ്ടായില്ല. അപ്പൊ ഏതാണ്ട് 0 ലെവലിലായിരുന്നു 2-3 മാസമൊക്കെ ട്രേഡ്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അതൊന്നുമില്ല. ഷിപ്മെന്റ് ഒക്കെ ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ.
അപ്പോൾ ഈ നമ്മളെ പിടിച്ചു നിൽക്കുന്ന എപ്പോഴും നമ്മളുടെ പോപ്പുലേഷൻ, ആഭ്യന്തര മാർക്കറ്റ്, നമ്മുടെ പോപ്പുലേഷന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം തന്നെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പൊ ഡൊമസ്റ്റിക് മാർക്കറ്റ് നമ്മൾ നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഡോക്ടർ ഷമീന പറഞ്ഞു, കാരണം കോക്കനട്ട് മിൽക്ക്, ഈ കോക്കനട്ട് മിൽക്ക് എന്നൊക്കെ പറയുന്ന ഹൈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എല്ലാം കൂടുതലും കൺസ്യൂം ചെയ്യപ്പെടുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. കോക്കനട്ട് മിൽക്ക് ആയിക്കോട്ടെ, ഡെസിക്കേറ്റഡ് തൂൾ തേങ്ങയെ പറ്റി പറഞ്ഞു, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിക്കോട്ടെ, കോക്കനട്ട് ഹൈ ക്വാളിറ്റി കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, വെർജിൻ കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഹൈ വാല്യൂ, ഏതാണ്ട് സെമി ഹൈ വാല്യൂ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്നത് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലുമാണ്, USA-ൽ. അപ്പൊ ഈ ഏതാണ്ട് 75 തൊട്ട് 80% മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഹൈ വാല്യൂ പ്രൊഡക്ട്സിന്റെ ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെ അമേരിക്ക ഹൈ വാല്യൂ മാർക്കറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമ്മൾക്കൊരു ഈ തത്തുല്യമായിട്ടുള്ള പർച്ചേസിംഗ് പവർ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സെഗ്മെന്റ് നമുക്ക് ആഭ്യന്തര തലത്തിൽ തന്നെ ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹൈ വാല്യൂ പ്രൊഡക്ട്സ്, ഇപ്പം കൺവീനിയന്റ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞു, അത് കൃത്യമായിട്ട് അഗെയിൻ അത് നമുക്ക് പൊസിഷൻ ചെയ്യപ്പെട്ടില്ല ഇവിടെ. എന്തുകൊണ്ട് സ്കിംഡ് ഇത് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യണം, അതിന്റെ ഗുണം എന്താണ്? അത് എസ്പെഷ്യലി ഇപ്പം യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ ലാക്ടോസ് ഇൻടോളറൻസ്, ഡോക്ടർ ഷമീന മെൻഷൻ ചെയ്തിരുന്നു. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം തന്നെയാണ് കൊക്കേഷ്യൻ ബ്രീഡ്, യൂറോപ്യൻ ബ്രീഡ്സ്, കൊക്കേഷ്യൻ ബ്രീഡ് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഡയറി സെക്ടറിൽ നിന്ന് മാറി ഡയറി പ്രൊഡക്ട്സിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആൻഡ് അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് കോക്കനട്ട് ബേസ്ഡ് ആണ്, കോക്കനട്ട് മിൽക്ക്. അപ്പൊ കോക്കനട്ട് മിൽക്ക് കൊണ്ടുള്ള കോഫി, ടീ വരെ തന്നെ ഇപ്പം ജർമ്മനിയിലും മറ്റേ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ വളരെ പോപ്പുലറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ആഭ്യന്തര മാർക്കറ്റ് മാറ്റി നിർത്തിയ കഴിഞ്ഞാൽ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു പ്ലെയർ ആണ്. അതിൽ തന്നെ ഒരു കാര്യം, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് എക്സ്പോർട്ടില് ഇപ്പൊ ഫിലിപ്പൈൻസോ മറ്റ് രാജ്യങ്ങൾ, ഇന്തോനേഷ്യയോ മലേഷ്യയോ വിയറ്റ്നാമോ ഈവൻ ശ്രീലങ്ക പോലും, ഏറ്റവും അത്ഭുതകരം കോക്കനട്ട് മിൽക്കില് ഏറ്റവും വലിയ പ്ലെയർ ശ്രീലങ്കയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾക്ക് എന്തുകൊണ്ടൊരു ഒരു സ്ലോ സ്റ്റാർട്ടർ ആയിപ്പോയി എന്ന് വെച്ചാൽ, നമ്മൾ ഈ കോക്കനട്ട് ഓയിലിനപ്പുറം ചിന്തിച്ചിട്ടേ ഇല്ല. കൊപ്ര കോക്കനട്ട് ഓയിൽ അത് 100% നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നിലയ്ക്ക് ഇതിനൊക്കെ തന്നെ അങ്ങ് മാറ്റി വെക്കുമായിരുന്നു. കുറെയൊക്കെ തേങ്ങ അരയ്ക്കാനും അങ്ങനെ കഴിക്കാനും ഒക്കെ, കുലിനറി പർപ്പസ് എന്ന് പറയും, പിന്നെ കുറച്ച് ഹോട്ടലിലും ഒക്കെ. അപ്പൊ ബാക്കി നമുക്ക് ഒട്ടും അവശേഷിച്ചിട്ടിരുന്നില്ല ഒരു കഴിഞ്ഞ ദശകം വരെ. പക്ഷെ ഇപ്പോ മറ്റ് രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു 70% 60% കൂടുതലൊന്നും അവർക്ക് ആഭ്യന്തര ഉപഭോഗത്തിലില്ല. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്ട്സ് പുഷ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ നേരത്തെ തന്നെ ഈ ഒരു വെൽ കണക്റ്റഡ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു. അപ്പം ഈ ബ്രാൻഡ് ഡെവലപ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്, കോ ബ്രാൻഡിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഒരു 2009 ശേഷം 2010 ശേഷം ഒക്കെയാണ് ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സ്റ്റാറ്റസ് ഒക്കെ CDBക്ക് കിട്ടി. നമ്മുടെ പ്രൊഡ്യൂസർ ഫെഡറേഷനും കമ്പനിയും അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ്, കമ്പനീസിന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് എല്ലാം കിട്ടും. അപ്പൊ അത്തരത്തിലൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഏതാണ്ട് ഒരു 8-10 വർഷം ആകുന്നേ ഉള്ളൂ. നല്ല ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഒരുപാട് പോകാനുമുണ്ട്. ഇപ്പോഴും നമ്മൾ ചെറിയ പ്ലെയർ ആണ്, ഏതാണ്ട് 0.5% പറഞ്ഞ് അതിനും താഴെയാണ് മറ്റ് പല പ്രൊഡക്ട്സിലും നമ്മളുടെ ഷെയർ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കും, ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ ആയിട്ട് തന്നെ. അപ്പം ഫസ്റ്റ് എക്സ്പോർട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ഇതിൽ ലിങ്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി വേണം, പ്രൊഡക്ഷൻ വേണമെങ്കിൽ മാത്രമേ നമുക്ക് സർപ്ലസ് ഉണ്ടാക്കി എക്സ്പോർട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും പ്രധാനം ഗുണമേന്മ. ഇപ്പൊ ഗുണമേന്മ എന്നുള്ള ഇപ്പൊ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എക്സ്പോർട്ട് മാർക്കറ്റിലൊക്കെ ഇപ്പൊ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗുണമേന്മയുടെ കാര്യത്തിലാണ്. കാരണം മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ഫിലിപ്പൈൻസിലെ, ഇന്തോനേഷ്യയിലും പല പ്രൊഡക്ട്സും ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഒരു 100-150 കൺസൈൻമെന്റ് ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട് ഈ കോവിഡ് കാലത്തിന് മുമ്പ്. ഗുണമേന്മയുടെ നിലവാരത്തില് നോക്കിയ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒരുപാട് വളരെ സ്ട്രിഞ്ചന്റ് ആണ്, വളരെ സ്ട്രിക്റ്റ് ചെയ്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വലിയ മാർക്കറ്റിലൊക്കെ, വെസ്റ്റേൺ മാർക്കറ്റിൽ, അമേരിക്കയിലും ഒക്കെ. ഡോക്ടർ ജയശേഖർ, പിന്നെ നമുക്കിപ്പോ നമ്മുടെ സമയം, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിർത്തുകയാണ്. അപ്പൊ അതിൽ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. അത്തരത്തിലുള്ള മാർക്കറ്റിന്റെ കാര്യത്തിൽ തന്നെ ഒരു വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. എനിക്ക് വേറൊരു അവസരത്തിൽ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത, പിന്നെ ഇവിടെ ചർച്ചയിൽ ഉയർന്നു വന്ന നമുക്ക് ഇന്ന് സജീവ് പിന്നെ നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അഥവാ തീരുകയാണെങ്കിൽ തന്നെ സമയപരിമിതി മൂലം CPCRI ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ
അതിന്റെ ശാസ്ത്രീയ കൃഷി രീതികളും അതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചും തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കർഷകർക്കും സംരംഭകർക്കുമുള്ള സംശയങ്ങൾ CPCRIയുടെ വിലാസവുമായി ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ്. അതിന്റെ മേൽവിലാസം കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് വഴി എല്ലാവരെയും ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അല്ല, അതൊന്ന് പറഞ്ഞാൽ മതി. CPCRI ഡയറക്ടർ CPCRI കാസർഗോഡ് എന്നതാണ് നമ്മുടെ മേൽവിലാസം. ഡയറക്ടർ CPCRI.gmail.com എന്നുള്ള ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ വഴി നമുക്ക് 0499232895. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിപ്പോൾ സമയം കഴിഞ്ഞത് കണ്ട് നമുക്കിപ്പോൾ തൽക്കാലത്ത് നിർത്തുകയാണ്. ഒരു അഭ്യർത്ഥനയുള്ളത്, ഇന്ന് വന്ന ഈ ചോദ്യങ്ങളുടെ എല്ലാം ഒരു മറുപടി അവിടെ നിന്ന് തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ അതെ, ഇനിയും ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം അങ്ങോട്ട് അയച്ചു തരാം. അതില് എല്ലാത്തിനും മറുപടി. അപ്പൊ ഇന്നിപ്പോ ഇതില് നമ്മളത് കമ്പൈൽ ചെയ്ത് എല്ലാത്തിനും ഉത്തരങ്ങൾ തയ്യാറാക്കി അങ്ങോട്ട്. ഓക്കെ, ശരി. അപ്പൊ ഇന്നതില് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ അനിത കരൺ, അതുപോലെ ഡോക്ടർ സി തമ്പാൻ, ഡോക്ടർ പി സുബ്രഹ്മണ്യൻ, ഡോക്ടർ പ്രതിഭ, ഡോക്ടർ ഷമീന ബീഗൻ, ഡോക്ടർ ജയശേഖർ, എല്ലാവർക്കും ഹരിതകേരള മിഷന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അതുപോലെ തന്നെ CPCRIയുടെ ഭാഗത്ത് നിന്ന് ഹരിതകേരള മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ കൺസൾട്ടന്റ് സഞ്ജീവ്, ടെക്നിക്കൽ ഓഫീസർ ഹരിപ്രിയ, മറ്റ് അവിടെയുള്ള എല്ലാ മിഷനിലെ സഹപ്രവർത്തകർക്കും CPCRIയുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഫേസ്ബുക്ക് ലൈവിൽ പങ്കെടുക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത കർഷകർക്കും സംരംഭകർക്കും കൂടി CPCRIയുടെ നന്ദി അറിയിക്കുന്നു.